നമ്മൾ ആരോട് കടപ്പെട്ടിരിക്കുന്നു? നമ്മള് ശ്രീനിജിനോട് കടപ്പെട്ടിരിക്കുന്നു. സഖാക്കൾ പറയുന്ന എന്താണ്? ജെട്ടി സാബു എന്ന്. ആ ജെട്ടി 7 മേടിച്ചോണ്ടാ പുള്ളി പോയേ. 7 ജെട്ടി. അപ്പൊ അവിടുത്തെ ആള് ചോദിച്ചു, എന്താ 7 ജെട്ടി? 7 ദിവസം മാറി ഇടാൻ. ഇവിടുത്തെ ജനങ്ങൾ നന്നാകരുത് എന്ന് വിശ്വസിക്കുന്ന, ഒരിക്കലും നന്നാവരുത് വിശ്വസിക്കുന്ന ഒരേ ഒരു വർഗമുണ്ടെങ്കിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരുമാണ്. ഇന്ത്യ മുന്നണിയല്ല, കേരളത്തിലുള്ള എല്ലാ മുന്നണികളും കൂടി ഒന്നിച്ചു നിന്ന് മത്സരിച്ച് നോക്ക്, ഒരു സീറ്റ് പോലും പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഇത് ജനങ്ങളുടെ പാർട്ടിയാണ്. 7 പഞ്ചായത്തുകളുടെ ഭരണം ഏറ്റെടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുന്ന ഡിസംബർ 20-ാം തീയതി നമ്മുടെ ഭക്ഷ്യസുരക്ഷാ മാള് വീണ്ടും തുറക്കും. ഇതിനേക്കാൾ ശക്തിയോടെ കൂടി നമ്മൾ തുറക്കും. ഈ കൈ ഉയർത്തി, ഇത് സത്യത്തിന്റെയും നീതിയുടെയും കൈയാണെന്ന് പറയാൻ തന്റെ ഇടമുള്ള ഒരേ ഒരു കൈയുള്ളൂ, 2020-യുടെ കൈ. ഏതാണ്ട് 13 വർഷം മുമ്പ് ഒരു ഗ്രാമം മാറ്റിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെ ഏതാനും പേര് കൂടി തുടങ്ങിവെച്ച 2020 കിഴക്കമ്പലം എന്ന പ്രസ്ഥാനം ഇന്ന് കേരളമൊട്ടാകെ വളർന്ന് 14 ജില്ലകളിലുമായി സംസ്ഥാന ഘടകങ്ങൾ ഉൾപ്പെടെ 60 പഞ്ചായത്തുകളും ഒരു കോർപ്പറേഷനും 4 മുനിസിപ്പാലിറ്റികളും മത്സരിക്കാവുന്ന രീതിയിലേക്ക് വളർന്നു എന്നുള്ളതിൻ്റെ ഒരു സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ച ജിബി കുന്നത്തുനാട് നിയോജക മണ്ഡലം പ്രസിഡൻ്റാണ്. വളരെ സാമ്പത്തികമായിട്ട് നല്ല നിലയിൽ നിൽക്കുന്ന ഒരു കുടുംബം. അദ്ദേഹത്തിന് ഇതുപോലെയുള്ള ഒരു പ്രസ്ഥാനത്തിൽ ചേർന്ന് പ്രവർത്തിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബം ഗൾഫ് രാജ്യത്തിലാണ് ജീവിക്കുന്നത്, കുട്ടികൾ പഠിക്കുന്നതും അവിടെയാണ്. വളരെ യാദൃശ്ചികമായിട്ട് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി. നമ്മുടെ പ്രസ്ഥാനങ്ങൾ ചെയ്യുന്ന പുണ്യപ്രവർത്തനങ്ങൾ കണ്ട് അദ്ദേഹത്തിന് ആകൃഷ്ടനായി. ഈ നാടിൻ്റെ നന്മയോടൊപ്പം ജീവിതകാലത്ത് ചെയ്യാവുന്ന ഒരു പുണ്യപ്രവൃത്തിയായിട്ട് അദ്ദേഹം ഇതിനെ കണ്ടുകൊണ്ടാണ് ഇതിലേക്ക് വന്നത്. അങ്ങനെയാണ് അദ്ദേഹം പാർട്ടിയിൽ ചേർന്നതും. ഞാൻ ഓർക്കുന്നുണ്ട്, 2020-യുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അന്ന് ആദ്യത്തെ മെമ്പർഷിപ്പ് സ്വീകരിച്ചുകൊണ്ട് ഉദ്ഘാടനം നടത്തിയത് ജിബി എബ്രാഹിമിനാണ്. ഇന്ന് അദ്ദേഹം ഈ പ്രസ്ഥാനത്തിൻ്റെ നെടുന്തൂണായി മാറിയിരിക്കുന്നു. അദ്ദേഹം അനുഭവിച്ച വേദന എന്താണ് എന്ന് അദ്ദേഹം തന്നെ വിവരിക്കുകയുണ്ടായി. നമുക്കറിയാം, 2020 എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അടിപിടി അക്രമത്തിൻ്റെ പ്രസ്ഥാനമല്ല. മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരെ പോലെ അടിച്ചവനെ തിരിച്ചടിക്കുന്ന ഒരു പ്രസ്ഥാനമായിരുന്നെങ്കിൽ അവർ 10ഓ 15ഓ പേര് മാത്രമാണ് ഉണ്ടായിരുന്നത്. നമ്മളേതാണ്ട് 500ഓളം ആളുകളുണ്ടായിരുന്നു. നമുക്ക് വളരെ നിഷ്പ്രയാസം അവരെ തിരിച്ചടിക്കാമായിരുന്നു. പക്ഷേ അത് നമ്മുടെ പാതയല്ല. ഇവിടെയാണ് ഈ ഇരിക്കുന്നവരും എന്നെ കേൾക്കുന്നവരും മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം. കാരണം ഈ നാട്ടിലെ അക്രമം അഴിച്ചുവിട്ട് അരാജകത്വം ഉണ്ടാക്കി നമ്മുടെ കുട്ടികൾക്ക് കള്ളും മയക്കുമരുന്നും കൊടുത്ത് നശിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരായിട്ടാണ് 2020 എന്ന പ്രസ്ഥാനം രൂപം കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അക്രമം നമ്മളുടെ പാതയല്ല എന്ന് ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ ആദ്യത്തെ സംഭവമല്ല. നമ്മളുടെ ദീപു എന്ന് പറയുന്ന ചെറുപ്പക്കാരന്
അദ്ദേഹത്തിൻ്റെ കുടുംബം കണ്ടാൽ അറിയാം, ഇന്നും അവരുടെ അച്ഛനും അമ്മയും നമ്മളുടെ പരിചരണത്തിലാണ് ജീവിക്കുന്നത്. 80 വയസ്സായിട്ടുള്ള അച്ഛൻ, അമ്മ, അവരുടെ എല്ലാ കാര്യങ്ങളും ഇന്ന് 2020 സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ്. പക്ഷേ ഇവരെയൊക്കെ ആക്രമിക്കുന്നവരും കൊലപാതകം ചെയ്യുന്നവരും ഒരു കാര്യം ആലോചിക്കണം. നിങ്ങൾ ഒരു കുടുംബമാണ് അനാഥമാക്കിയിരിക്കുന്നത് എന്ന്. ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് നിങ്ങൾ അടിച്ചു കൊന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഒരുപക്ഷെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒരേ പാത തുടരുന്നത് കൊണ്ട് ഇന്നും നിങ്ങൾ അധികാരത്തിലിരിക്കുന്നു. ആ ഉങ്കു കൊണ്ടാണ് നിങ്ങൾ ഈ ജനങ്ങളെ ആക്രമിക്കുന്നതും കൊലപാതകങ്ങൾ നടത്തുന്നതും എല്ലാം ചെയ്യുന്നത്. പക്ഷേ ഇന്ന് നിങ്ങളോർത്തോ, നിങ്ങൾ ചെയ്യുന്ന കൊലപാതകങ്ങൾക്കും അക്രമങ്ങൾക്കും പകരം ചോദിക്കാനായിട്ട് കേരളത്തിൽ ഉണർന്നിരിക്കുന്ന ഒരു പാർട്ടിയാണ് 2020. അപ്പം അതുകൊണ്ട് ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് നമ്മുടെ കിഴക്കമ്പലം പഞ്ചായത്ത് പ്രസിഡന്റിനെ കോൺഗ്രസ്സുകാർ ആക്രമിച്ചു. പക്ഷേ കേസെടുത്തത് അക്രമത്തിന് ഇരയായ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും പ്രവർത്തകരെയും പേരിലാണ്. എനിക്ക് പലപ്പോഴും കഷ്ടം തോന്നാറുണ്ട് നമ്മുടെ പോലീസുകാരെ ഓർത്ത്. ഞാനൊരു മീറ്റിങ്ങിൽ പറയുകയുണ്ടായി, നമ്മുടെ പിണറായി ഗവൺമെൻറ് വന്നതിന് ശേഷം ഇവിടുത്തെ പോലീസുകാരുടെ നട്ടെല്ലൂരിയിട്ട് അവിടെ വാഴപ്പണ്ടി ഫിറ്റ് ചെയ്തിരിക്കുകയാണെന്ന്. അവർക്ക് പ്രവർത്തിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമില്ല. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും പറയുന്നതിനനുസരിച്ച് ഒരു പാവകളെ പോലെ അഭിനയിക്കാൻ മാത്രമേ അവർക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അവരെ ഞങ്ങൾ കുറ്റം പറയുന്നില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ 60ഓളം പഞ്ചായത്തുകളും 4 മുനിസിപ്പാലിറ്റികളും ഒരു കോർപ്പറേഷനും അടക്കം ഏതാണ്ട് 1600ഓളം സ്ഥാനാർത്ഥികളെ നിർത്തിയാണ് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ഇന്ന് നമുക്കറിയാം, നമ്മൾ നേരിടുന്ന ശത്രുക്കൾ ഗുണ്ടായുസം കൊണ്ടും തെമ്മാടിത്തരം കൊണ്ടും എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ്. അപ്പോൾ ഇതുവരെ 5 വർഷം ഈ നാടിൻ്റെ പ്രശ്നങ്ങളിൽ, ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഒന്നും തിരിഞ്ഞു നോക്കാതിരുന്ന രാഷ്ട്രീയക്കാര് ഇനി നിങ്ങൾ ഓരോ ദിവസം ചെല്ലുന്തോറും ഒരുപാട് മോഹന വാഗ്ദാനങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരും. ഇവിടെ തേനൊഴുക്കും പാലൊഴുക്കും എന്നെല്ലാം പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്, 2015 കിഴക്കമ്പലം പഞ്ചായത്തിൽ ആദ്യമായിട്ട് 2020 മത്സരിക്കുന്ന സമയത്ത് അവിടെ 4ഓളം ലക്ഷം വീട് കോളനികൾ ഉണ്ടായിരുന്നു. ഏത് സമയത്തും നിലം പൊത്തുമെന്ന രീതിയിൽ മഴ പെയ്യുമ്പോൾ, കാറ്റടിക്കുമ്പോൾ തങ്ങളുടെ കുട്ടികളെ നെഞ്ചോട് ചേർത്ത് ഒതുക്കി പിടിച്ചുകൊണ്ട് പാത്രങ്ങളും മുറവുമെല്ലാം പിടിച്ച് കുട്ടികളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ കുടുംബങ്ങളുടെ എല്ലാം അടുത്ത് ചെന്ന് ഈ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ വീടുകൾ ഒറ്റ വീടുകളാക്കാം, നിങ്ങൾക്ക് സുരക്ഷിതമായ വീടുകൾ ഉണ്ടാക്കാം. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഈ പാവങ്ങളെ അവർ പറഞ്ഞു പറ്റിച്ചു. കിഴക്കമ്പലത്തെ ഒരു കോൺഗ്രസ് നേതാവ് വെലങ്ങിലുള്ളൊരു കോളനിയിൽ പോയിട്ട് ആ പാവങ്ങളെല്ലാം വിളിച്ചുകൂട്ടി അദ്ദേഹത്തിൻ്റെ കൈയുടെ മോലിൽ കൈകൾ വെപ്പിച്ചിട്ട് സത്യം ചെയ്യിച്ചു, ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടുകളെല്ലാം ഒറ്റ വീടുകളാക്കി തരാമെന്ന്. അങ്ങനെ 5 തവണ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ഇതേ സത്യം ചെയ്യിച്ചു. പക്ഷേ ജയിച്ചു കഴിഞ്ഞപ്പോൾ മൂഞ്ചിച്ചേ എന്ന് പറഞ്ഞു. ആ പാവങ്ങൾ ഓരോ തവണയും അവരെ വിശ്വസിച്ച് വീണ്ടും വീണ്ടും ആഞ്ഞാഞ്ഞു കുത്തി. പക്ഷേ അവർക്കാരും
വീടുകൾ ഉണ്ടാക്കി കൊടുത്തില്ല. അവർക്ക് കൊടുത്തത് ദാരിദ്ര്യവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാത്രമായിരുന്നു. 2015 മത്സരിച്ചപ്പോൾ പ്രകടന പത്രികയിലെ ഒന്നാമത്തെ കാര്യം 1,00,000 വീടുകളെല്ലാം ഒറ്റ വീടുകളാക്കും എന്ന കാര്യമായിരുന്നു. അങ്ങനെ കിഴക്കമ്പലം പഞ്ചായത്തിൽ മത്സരിച്ച് 19 സീറ്റിൽ 17 സീറ്റ് നേടി 2015 അധികാരമെടുത്ത് ആദ്യത്തെ കമ്മിറ്റിയില് ആദ്യത്തെ തീരുമാനം 1,00,000 വീടുകൾ ഒറ്റ വീടുകളാക്കാനായിരുന്നു. അങ്ങനെ 2018 ഇതേ വീടുകളെല്ലാം ഒറ്റ വീടുകളല്ല ആക്കിയ ഗോഡ്സ് വില്ലകളാക്കി ഞങ്ങൾ മാറ്റി. നമ്മുടെ പ്രിയ സിനിമാ താരം കമലഹാസൻ വന്നാണ് അതിൻ്റെ താക്കോൽദാനം നിർവഹിച്ചത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇതേ പല്ലവി തന്നെ ആവർത്തിച്ചുകൊണ്ട് അവർ വീണ്ടും വരും. മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് നിങ്ങളതിൽ വിശ്വസിച്ച് വീണ്ടും ഇവരുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം കുടുംബത്തിന് തന്നെ വളർന്നു വരുന്ന കുട്ടികൾക്ക് തന്നെ കുഴികുത്തലായിരിക്കും നിങ്ങൾ ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തൊരു തന്ത്രം ഇവർ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ 2020 വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റുകാരെ വിജയിപ്പിക്കാനായിരിക്കും എന്ന് കോൺഗ്രസ്സുകാർ പറയും. കമ്മ്യൂണിസ്റ്റുകാർ പറയും നിങ്ങൾ 2020 വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കോൺഗ്രസ്സുകാരെ വിജയിപ്പിക്കാനാണെന്ന് പറയും. പാവം പലരും അത് വിശ്വസിച്ച് അയ്യോ ഇനി അങ്ങനെ പോയി കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് വിജയിക്കില്ലേ എന്ന് വിചാരിച്ച് കോൺഗ്രസ്സിന് തന്നെ വോട്ട് ചെയ്യും. അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുക, ഇതെപ്പോഴും അവർ പയറ്റുന്ന ഒരു തന്ത്രമാണത്. ഇനി ചിലപ്പോൾ ചിലർ ഇതൊന്നും നടക്കില്ല എന്ന് കാണുമ്പോൾ അവർ പറയാൻ പോകുന്നത്, നിങ്ങൾ പഞ്ചായത്തിലെ ഒരു വോട്ട് 2020 ചെയ്തോ, ബ്ലോക്കിൽ ഞങ്ങൾക്ക് താട്ടെ എന്ന് പറയും. അത് കമ്മ്യൂണിസ്റ്റുകാർ ചെന്ന് പറയും. അതിൻ്റെ പുറകെ കോൺഗ്രസ്സുകാർ വരും. കോൺഗ്രസ്സുകാർ വന്നിട്ട് പറയും നിങ്ങൾ ഒരു വോട്ട് 2020 ചെയ്തോ, ജില്ലാ പഞ്ചായത്തിൽ ഞങ്ങൾക്ക് തരണം എന്ന് പറയും. അപ്പോൾ അങ്ങനെയെങ്കിലും ഒരു വോട്ട് ഒരു സീറ്റ് കിട്ടാനായിട്ടുള്ള പരിപാടികൾ അവർ നോക്കും. ഇനി ഇത് രണ്ടും ഇതെല്ലാം നടക്കാതെ വരുമ്പോൾ ആണ് അടുത്തൊരു പരിപാടി, മദ്യം കൊടുക്കുക. നമുക്കറിയാം നമ്മുടെ വീടുകളിൽ മദ്യം കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മദ്യം മേടിച്ച് കൊടുക്കുക. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ആഴ്ചയാകുമ്പോൾ അവരെ പിന്നെ സൽബുദ്ധിയിൽ നല്ല നിലയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. 24 മണിക്കൂറും അവർക്ക് മദ്യം വാങ്ങിക്കൊടുത്ത് പൂസാക്കി ആ വോട്ട് മേടിക്കാനായിട്ടുള്ള ശ്രമം നടത്തും. അപ്പോൾ അങ്ങനെയുള്ള കുടുംബങ്ങളിലെ കുട്ടികൾ, ഭാര്യമാര് അവരെ ഒരു കാരണവശാലും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കരുത്. പ്രത്യേകിച്ച് അവസാനത്തെ ആഴ്ച അങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ വോട്ട് പോകുമെന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ ഭർത്താവും ചിലപ്പോൾ അവരുടെ കാറ്റും പോയെന്നിരിക്കും. കാരണം അതുപോലെയുള്ള വാറ്റുചാരായവും കള്ളും എല്ലാം കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിന് പുറമെയാണ് പണം കൊടുക്കുക. ഇപ്പോൾ 2015 2020 മത്സരിച്ച് കഴിഞ്ഞപ്പോൾ 19 സീറ്റിൽ 17 സീറ്റ് നേടി വിജയിച്ചു. അതിനുശേഷം 2020 വീണ്ടും മത്സരിച്ച് കഴിഞ്ഞപ്പോൾ 19 സീറ്റിൽ 18 സീറ്റ് വിജയിച്ചു. 19 സീറ്റും വിജയിക്കേണ്ടതായിരുന്നു. ഒരു സീറ്റിൽ അവരെന്ത് ചെയ്തു, ഒരു കോൺഗ്രസിൻ്റെ ആളാണ് മത്സരിച്ചത്. അവിടെ ഒരു വോട്ടിന് ഒരു കുടുംബത്തിന്, ഓരോ കുടുംബത്തിലും ചെന്ന് എത്ര വോട്ടുണ്ട്, ഒരു വോട്ടിന് 5000 രൂപ വെച്ച് 200 വോട്ടുകളാണ് അയാൾ വാങ്ങിയത്. അതായത് 10 ലക്ഷം രൂപ വോട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് ആ വാർഡിൽ വിതരണം ചെയ്തു. അങ്ങനെ 200 വോട്ട് വാങ്ങിക്കഴിഞ്ഞപ്പോൾ 110 വോട്ടിൻ്റെ ഭൂരിപക്ഷക്കുറവിൽ 2020 തോൽക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ ഒരു ശ്രമവും അവർ നടത്തും, അതെല്ലാവരും ശ്രദ്ധിക്കണം. ഇനി വേറൊന്നാണ് ഭീഷണി. ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ പുത്തൻകുരിശ് മേഖലകൾ, തിരുവാണിയൂർ മേഖലകളിൽ യൂണിയൻ തൊഴിലാളികളുണ്ട്. അവിടെയൊക്കെ ചെന്ന് പറയുന്നത് എന്താണ്, നിങ്ങളുടെ ജോലി കളയും. നിങ്ങൾ 2020 കൂടെ പ്രവർത്തിക്കുകയോ അവരുടെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ വോട്ട് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ
നിങ്ങളുടെ ജോലി നഷ്ടപ്പെടും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. ഇനി തൊഴിലുറപ്പ് സ്ത്രീകളുടെ അടുത്ത് പോയിട്ട് പറയും, നിങ്ങളുടെ തൊഴിലുറപ്പുണ്ടാവില്ല. 2020 വോട്ട് ചെയ്ത് 2020 വിജയിച്ചു കഴിഞ്ഞാൽ തൊഴിലുറപ്പ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ഭീഷണി. ഈ തൊഴിലുറപ്പ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ്. അത് പഞ്ചായത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല, സംസ്ഥാന സർക്കാരുമായിട്ട് ആരും ബന്ധമില്ല. കേന്ദ്രത്തിൽ നിന്ന് അനുവദിക്കുന്ന പണം നടപ്പിലാക്കുക. ഇന്ന് കിഴക്കമ്പലം പഞ്ചായത്തും കുന്നത്തുനാട് പഞ്ചായത്തും മഴുവന്നൂർ പഞ്ചായത്തും ഐക്കരനാട് പഞ്ചായത്തും എടുക്കുകയാണെങ്കിൽ ഈ കേരളത്തിലെ 942 പഞ്ചായത്തുകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് പദ്ധതികൾ നടപ്പിലാക്കിയിരിക്കുന്ന പഞ്ചായത്താണ് ഈ 4 പഞ്ചായത്തുകളും. അപ്പോൾ ഇതെല്ലാം ഈ പാവപ്പെട്ട വിദ്യാഭ്യാസം കുറഞ്ഞ അറിവില്ലാത്ത ആളുകളെ അവരെ വഞ്ചിച്ച് പറ്റിക്കുന്ന പരിപാടികൾ മാത്രമേ ഈ രാഷ്ട്രീയക്കാർക്ക് അറിയൂ. ഇനി വേറൊന്നാണ് സൊസൈറ്റി ലോൺ. ഇപ്പോൾ നോക്കിക്കോളൂ, ഇനി അങ്ങോട്ട് പല വീടുകളും, കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാ കുടുംബങ്ങളും തന്നെ സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടാവും. ഈ വീടുകൾ തോറും കയറി ഇറങ്ങി പറയും, നിങ്ങൾ വോട്ട് ഞങ്ങൾക്ക് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ജപ്തി ചെയ്യും, ലോൺ ഇപ്പം തന്നെ തിരിച്ചടയ്ക്കണം. നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നോളൂ. ഇനി ഇവർ സൊസൈറ്റികളിൽ പോയി, കാരണം ഇവർ ഈ സൊസൈറ്റികളെല്ലാം ഇവരാണ് ഭരിക്കുന്നത്. ഈ സൊസൈറ്റികളിൽ പോയിട്ട് കൂട്ടമായിട്ട് റവന്യൂ റിക്കവറി നോട്ടീസ് അടയ്ക്കും. വെറുതെ ഒരു ഭയപ്പെടുത്തലാണത്. ഒരു കാരണവശാലും ആരും അടയ്ക്കണ്ട. അങ്ങനെ വന്ന നിയമപരമായിട്ട് നേരിടാനായിട്ട് ശക്തിയുള്ളൊരു പ്രസ്ഥാനമാണ് 2020. അപ്പോൾ തൊഴിലുറപ്പ് നഷ്ടപ്പെടുത്തും, ജോലി കളയും, അതുപോലെ പെൻഷൻ ഇല്ലാതെയാക്കും. ചില വയസ്സായിട്ടുള്ള പ്രായമായിട്ടുള്ള ആളുകൾ താമസിക്കുന്നിടത്ത് പോയിട്ട് ഇവർ പറയുകയാണ്, ഇവർ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു, 2020 കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ പെൻഷൻ കിട്ടില്ല. 2020 പെൻഷനുമായിട്ട് എന്താ ബന്ധം? അത് സംസ്ഥാന സർക്കാർ കൊടുക്കുന്നതാണ്. പഞ്ചായത്തിന് യാതൊരു റോളും അതിനകത്തില്ല. പക്ഷേ ഈ പാവങ്ങൾ അത് വിശ്വസിച്ച് പേടിച്ച് ചിലപ്പോൾ പോയിട്ട് അവർക്ക് വോട്ട് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. ഇനി സൊസൈറ്റി ലോണിൻ്റെ ജപ്തി. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരെ, കോൺഗ്രസ്സുകാരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ജോലി കളയുമെന്ന് വരട്ടി ധൈര്യമുണ്ടെങ്കിൽ ഒരാളുടെ ജോലി കളയും. നിങ്ങൾ ആരെങ്കിലും തൊഴിലുറപ്പ് കളയുമെന്ന് പറയുന്നു, ധൈര്യമുണ്ടെങ്കിൽ കാണിക്കുക. നിങ്ങൾ ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞു, ധൈര്യമുണ്ടെങ്കിൽ ചെയ്യുക, അപ്പോൾ കാണിച്ചു തരാം 2020 പ്രസ്ഥാനം എന്താണെന്നുള്ളത്. അപ്പോൾ ഇനി ഇതൊന്നും നടന്നില്ലെങ്കിൽ അടുത്തൊരു പരിപാടിയാണ്, തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം പറയും അടിയുണ്ടാവും, അവിടെ ബൂത്തിൽ അടിയുണ്ടാവും, നിങ്ങൾ ആരും വോട്ട് ചെയ്യാൻ പോകണ്ട. അത് അടുത്തൊരു പരിപാടിയാണിത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവരൊക്കെ ജനാധിപത്യം പ്രസംഗിച്ചിട്ട്, ഇതാണോ ജനാധിപത്യം? ജനങ്ങളെ ഭീഷണിപ്പെടുത്തി അവരെ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അടിമകളാക്കി വോട്ട് ചെയ്യാതിരിക്കലാണോ ജനാധിപത്യം? നിങ്ങൾ ജനങ്ങളെ സേവിക്കണം, ഈ നാടിനെ സേവിക്കണം, നാടിൻ്റെ വികസനത്തിന് വേണ്ടി നിങ്ങൾ നിലകൊള്ളണം. അങ്ങനെ പ്രവർത്തിച്ച് അവരുടെ സ്നേഹത്തോടെയുള്ള വോട്ടാണ് നിങ്ങൾ നേടേണ്ടത്. അല്ലാതെ പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ഇങ്ങനെയുള്ള ഗുണ്ടായുസം ഉപയോഗിച്ചുമല്ല ആളുകളുടെ വോട്ട് നേടേണ്ടത്. ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ അവർ ചെയ്യുന്ന എന്താണ്? അപരന്മാരെ നിർത്തും. നമ്മുടെ സ്ഥാനാർത്ഥികളെ നേരത്തെ നിശ്ചയിക്കും. അപ്പോൾ അതേ പേരിൽ ഇപ്പോൾ നമ്മൾ നിഷ എന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഒരു 5 നിഷമാരെങ്കിലും അവിടെ ഉണ്ടാവും. എന്തിനാ അവർ ചെയ്യാൻ പോകുന്നത്? ഞങ്ങൾ നിർത്തില്ല. ധൈര്യമുണ്ടോ നിങ്ങൾക്ക് അപരന്മാരെ നിർത്താതെ മത്സരിപ്പിക്കാനായിട്ട്? അവർക്ക് സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇതുവരെ അധികാരം മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള തട്ടിപ്പും വെട്ടിപ്പിൽ കൂടിയും മാത്രമേ നേടിയിട്ടുള്ളൂ. അല്ലാതെ നേരെ ജനങ്ങളെ നേരിടാനായിട്ടുള്ള തൻ്റെ ഇടം ഇവർക്കില്ല, ധൈര്യം ഇവർക്കില്ല. അങ്ങനെ തൻ്റെ ഇടവും സത്യസന്ധമായിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് ഇന്ന് ഇന്ത്യയിൽ ഒരേ ഒരു പാർട്ടിയുള്ളൂ, 2020. ജനങ്ങളെ വഞ്ചിക്കാതെ സുതാര്യമായിട്ട് സത്യം പറഞ്ഞുകൊണ്ട് മാത്രം തെരഞ്ഞെടുപ്പിനെ നേടുന്ന ഒരേ ഒരു പാർട്ടി 2020 മാത്രമേ ഉള്ളൂ. ഇനി അപരന്മാരെ നിർത്തുക മാത്രമല്ല, നമ്മുടെ ചിഹ്നം മാങ്ങയാണ്. ഇവരെ മാങ്ങയ്ക്ക് പകരം
അതുപോലെ ഇരിക്കുന്ന ചിഹ്നം നോക്കി ഇപ്പളേ മുതൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുക. ആപ്പിൾ എടുക്കും, ഉരുണ്ടിരിക്കുന്ന സാധനം എന്തെടുക്കും. അപ്പോൾ പാവപ്പെട്ട ചില ആളുകൾ, കണ്ണ് കാണാൻ പറ്റാത്തവര്, തിരിച്ചറിയാൻ പറ്റാത്തവര്, അങ്ങനെ നമുക്ക് എത്രയോ 50, 60, 70 വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തിനാ ഈ തട്ടിപ്പൊക്കെ കാണിക്കുന്നത്? ഇനി ഇതിനെല്ലാം പുറമെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2020 എന്ന് പറയുന്ന പ്രസ്ഥാനം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് ഇന്ത്യ മുന്നണിയോടാണ്. ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മത്സരത്തിന് ഒരുങ്ങുന്നത് LDFും UDFും ഒറ്റക്കെട്ടായിട്ടായിരിക്കും 2020 നേരിടാൻ പോകുന്നത്. LDFും UDFും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22 രാഷ്ട്രീയ പാർട്ടികൾ, ചെറുതും വലുതുമായിട്ടുള്ള 11 പാർട്ടികളാണ് LDF. അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള 11 പാർട്ടികളാണ് UDF. ഇവര് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തും 20-ക്കെതിരായിട്ട്. ഇവർക്ക് തനിയെ നിൽക്കാനായിട്ടുള്ള ധൈര്യമില്ല. 2020 നേരിടാനായിട്ടുള്ള ധൈര്യം LDFനും UDFനും ഇല്ല. കഴിഞ്ഞ തവണ അവരെന്ത് ചെയ്തു? കിഴക്കമ്പലം പഞ്ചായത്തിലെ കുമ്പനോടില് LDF സ്ഥാനാർത്ഥി അമ്മിണി ഫോട്ടോ സഹിതം കൊടുത്തു. ഇപ്പുറത്ത് നോക്കുമ്പോൾ കണ്ടില്ലേ കിഴക്കമ്പലത്ത് രൂപപ്പെട്ട പുതിയ ചിഹ്നം. നിങ്ങൾ നോക്കുക, UDF സ്ഥാനാർത്ഥി അമ്മിണി രാഘവനെ വിജയിപ്പിക്കുക. ഇപ്പുറത്ത് നോക്ക്, LDF സ്ഥാനാർത്ഥി അമ്മിണി രാഘവനെ വിജയിപ്പിക്കുക. നാണമില്ല ഇവർക്ക്. ഇവരാണ് പറയുന്നത് ദേശീയ പാർട്ടിയാണെന്ന്. എന്ത് ദേശീയ പാർട്ടി? ഒരു സ്ഥാനാർത്ഥിയെ സ്വതന്ത്രമായിട്ട് നിർത്താൻ പോലും തന്റെ ഇടമില്ലാത്ത ഒരു പാർട്ടികളാണ് UDFും LDFും. അപ്പോ ഇനി വേറൊരു തന്ത്രമാണ്. കിഴക്കമ്പലത്ത് 4 വാർഡുകളിൽ, അവിടെ 3-ാം വാർഡില് വെലങ്ങ് വാർഡിൽ നിന്നുള്ള ഒരു കള്ളുകുടിയെ കൊണ്ടുവന്ന് UDF സ്ഥാനാർത്ഥിയാക്കി. ഈ കള്ളുകുടിയുടെ ഷാപ്പിലുള്ളവർക്ക് മാത്രമേ അറിയൂ, നാട്ടിൽ വേറെ ആർക്കും അറിയില്ല. അതാണ് അഡ്ജസ്റ്റ്മെന്റ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വാർഡിൽ ആരും അറിയാത്ത ഒരു സ്ഥാനാർത്ഥിയെ ഒരു 15 കിലോമീറ്റർ 20 കിലോമീറ്റർ അകലെ നിന്ന് കൊണ്ടുവന്ന് നിർത്തും. എന്നിട്ട് അവന്റെ പേരിൽ ഒരു ഫ്ലെക്സ് അടിക്കുകയോ ഒരു പോസ്റ്റ് അടിക്കുകയോ ചെയ്യില്ല. അപ്പോൾ എന്ത് ചെയ്യും? UDF നമ്മുടെ സ്ഥാനാർത്ഥിയില്ല. അപ്പോൾ UDFകാരെന്ത് ചെയ്യും? 2020യോടാണ് കലിപ്പ് മുഴുവൻ. അപ്പോൾ LDF വോട്ട് ചെയ്യും. അതുപോലെ തിരിച്ചും LDFകാർ കൊണ്ടുവന്ന് ഇതുപോലെ ഒരു 25 കിലോമീറ്റർ അകലെ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് വയ്ക്കും. അപ്പോൾ ഇത് കേൾക്കുന്ന LDFകാരെ, UDFകാരെ, നിങ്ങൾ ദേശീയ പാർട്ടിയാണെന്ന് പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് നാണമാവില്ലേ? സ്വന്തമായിട്ട്, ഞാൻ പറയാറുണ്ട്, സ്വന്തമായിട്ട് ഒന്നുമില്ലാത്തവരാണ് LDFും UDFും. ഞാൻ ഒരിക്കൽ ഒരു മീറ്റിങ്ങിൽ പറയുണ്ടായി, പ്രത്യുൽപാദന ശേഷിയില്ലാത്ത 2 രാഷ്ട്രീയ പാർട്ടിക്കാരാണ് LDFും UDFും. കാരണം സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കാനൊന്നും അറിയില്ല. അപ്പോൾ മറ്റുള്ളവരുണ്ടാക്കുന്നത് നോക്കി അവരുണ്ടാക്കുന്നതിൻ്റെ പിതൃത്വം ഏറ്റെടുത്ത്, അതൊക്കെയാണ് നമ്മുടെ സ്കൂൾ പണിതപ്പോൾ അവർ പോയി ഉദ്ഘാടനം ചെയ്തു. ബസ് സ്റ്റാൻഡ് പണി തീർക്കുന്നതിന് മുമ്പ് പണി തീർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ഘാടനം ചെയ്യുമോ എന്ന് വിചാരിച്ചിട്ട് അത് പോയി ഉദ്ഘാടനം ചെയ്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഒന്നും കാണിക്കാനില്ലാത്ത 2 പ്രസ്ഥാനങ്ങൾ LDF, UDF. അപ്പം അതുകൊണ്ട് ഇനി നിങ്ങൾ ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഇന്ത്യ മുന്നണിയായിട്ട് അങ്ങോട്ട് മത്സരിക്കുക. നിങ്ങൾ UDF സ്ഥാനാർത്ഥി, LDF സ്ഥാനാർത്ഥി എന്ന് പറയുന്നതിന് പകരം ഞങ്ങൾ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. നോക്കിക്കോ, നിങ്ങൾ അവിടെയും നിങ്ങൾക്ക് ഞങ്ങളെ തോൽപ്പിക്കാനാവില്ല. ഇന്ത്യ മുന്നണിയല്ല, കേരളത്തിലുള്ള എല്ലാ മുന്നണികളും കൂടി ഒന്നിച്ചു നിന്ന് മത്സരിച്ച് നോക്ക്. ഒരു സീറ്റ് പോലും പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഇത് ജനങ്ങളുടെ പാർട്ടിയാണ്. ഇനി വേറൊരു പ്രശ്നം നമ്മൾ നേരിടാൻ പോകുന്നത് ഇവിടുത്തെ വ്യവസായികളാണ്.
ഞാനൊരു വ്യവസായിയാ പറയുന്നതിന് തന്നെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ വ്യവസായികൾക്കൊക്കെ LDF മതി, അല്ലെങ്കിൽ UDF മതി. കാരണം എന്താ? ഒരു വ്യവസായിയെ ഞങ്ങൾ അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വർഷം 1.5 കോടി രൂപയുടെ ടാക്സാ വെട്ടിക്കുന്നത്. പിടിച്ചു, കോടതിയിൽ പോയി കെട്ടിച്ചു 1.5 കോടി രൂപ. അവിടെ എന്താ നടന്നുകൊണ്ടിരുന്നത്? 1.5 കോടി രൂപയിൽ 50 ലക്ഷം പാർട്ടിക്കാർ മേടിക്കും. 1 കോടി രൂപ മുതലാളി പോക്കറ്റിലിടും. അപ്പോൾ മുതലാളിക്ക് ലാഭം, പാർട്ടിക്ക് ലാഭം. നഷ്ടപ്പെട്ടതാർക്കാ? ഇവിടുത്തെ ജനങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ പല മുതലാളിമാരെ ഞങ്ങൾ പിടിച്ചു. ഐക്യനാട് പഞ്ചായത്തിൽ മാത്രം 3 കോടി രൂപ അധിക വരുമാനമുണ്ടായി. മഴവന്നൂർ പഞ്ചായത്തിൽ 1.5 കോടി. ഒരു മുതലാളിമാരും ടാക്സ് അടയ്ക്കുന്നുണ്ടായിരുന്നില്ല, പിടിച്ചു. ആശുപത്രികൾ, അങ്ങനെ കോടികളുടെ നികുതി വെട്ടിപ്പല്ല. ഈ നികുതി മുഴുവൻ ജനങ്ങൾക്ക് കിട്ടേണ്ടത്, നാടിന് കിട്ടേണ്ടത്, ഇത് രാഷ്ട്രീയക്കാർ പോയി മേടിച്ച് പോക്കറ്റിലിട്ടു എന്നുള്ളതാണത്. അപ്പോൾ അതുകൊണ്ട് ഈ തവണത്തെ ഇലക്ഷനിൽ കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്കും പിരിവ് നടത്തേണ്ട കാര്യമില്ല. കമ്മ്യൂണിസ്റ്റുകാരെക്കാളും കോൺഗ്രസ്സുകാരെക്കാളും 2020 ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത്, 2020 തോൽപ്പിക്കേണ്ടത് ഇവിടുത്തെ മുതലാളിമാർക്ക്, മണ്ണ് മാഫിയകൾക്ക്, മദ്യമാഫിയകൾക്ക്, അങ്ങനെയുള്ള എല്ലാ തരികട പാർട്ടികളും ഒരു ഒറ്റയ്ക്കായിട്ട് ഇവരുടെ കൂടെ നിൽക്കും. നമ്മളെ തോൽപ്പിക്കാനായിട്ട് ഒരു രീതിയിലും ഒരു പൈസ പോലും ഇവർക്ക് കുറവ് വരില്ല എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കേരളത്തിൽ ഒന്നല്ലെങ്കിൽ LDF ഭരിക്കുന്നു, അല്ലെങ്കിൽ UDF ഭരിക്കുന്നു. ഇവർ ഭരിക്കുന്ന ഒരു സ്ഥലത്തും ഒരു പ്രശ്നങ്ങളുമില്ല. കാരണം അപ്പോൾ നമ്മൾ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഭരണകക്ഷി ചെയ്യുന്ന അക്രമങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുകയും അത് ജനങ്ങളെ അറിയിക്കേണ്ടവരുമാണ്. പക്ഷേ ഈ 942 പഞ്ചായത്തുകളിൽ 2020 ഭരിക്കുന്ന പഞ്ചായത്തുകൾ ഒഴിച്ച് ഒരു പഞ്ചായത്തിലും ഒരു പ്രശ്നവുമില്ല. അങ്ങനെ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് അതിൻ്റെ കുട്ടൻസ് പിടികിട്ടിയത്. എന്താണ് അവിടെ നടക്കുന്നത്? ഭരിക്കുന്നവർക്ക് 60%, പ്രതിപക്ഷത്തിന് 40%. ഇവരൊരു ഫോർമുല കേരളമൊട്ടാകെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതായത് കക്കുന്നതിൻ്റെ, മോഷ്ടിക്കുന്നതിൻ്റെ, അടിച്ചു മാറ്റുന്നതിൻ്റെ 60% ഭരണകക്ഷിക്ക്, 40% പ്രതിപക്ഷത്തിന്. അങ്ങനെ 20 മെമ്പർമാരുണ്ടെങ്കിൽ 1 കോടി രൂപ കട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കുമായിട്ട് അത് വീതം വെച്ച് ഒരു തമ്മിത്തല്ലുമില്ലാതെ പരസ്പര ധാരണയോടെ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും ഈ നാടിനോ ജനങ്ങൾക്കോ യാതൊരു ഗുണവും ഉണ്ടാവില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ 2020 ഭരിക്കുന്ന പഞ്ചായത്തിനെ പറ്റി ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. പക്ഷെ വളരെ ചുരുക്കമായിട്ട് നിങ്ങൾ അറിയണം. ഇന്ന് നിങ്ങൾ ആരെങ്കിലും പഞ്ചായത്തിയിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ 3 മെമ്പർമാർ സ്ഥിരമായിട്ട് അവിടെ ഉണ്ട്. നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വകാര്യ ഓഫീസിലേക്ക് ചെല്ലുന്ന മാതിരി. ഒരു സ്വകാര്യ ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ ഉണ്ടാവും, റിസപ്ഷനിസ്റ്റ് ഉണ്ടാവും. ഇവിടെ അതല്ല. അതിന് പകരം 3 പേരാണ് ആ ഫ്രണ്ട് ഓഫീസിൽ നിങ്ങളെ കാത്തു നിൽക്കുന്നത്. നിങ്ങൾ ചെന്ന ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ്, അത് അപേക്ഷ എഴുതാനാണെങ്കിൽ അപേക്ഷ എഴുതി, ഫോട്ടോസ്റ്റാറ്റ് എടുക്കണമെങ്കിൽ സൗജന്യമായിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത്, സ്റ്റാമ്പ് ഒട്ടിക്കണമെങ്കിൽ സ്റ്റാമ്പ് ഒട്ടിച്ച്, അവർക്ക് ചായ, സ്നാക്സ്, കാപ്പി, ഇനി കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് മിഠായി, ഇനി ഉച്ച സമയത്താണെങ്കിൽ ഭക്ഷണം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ലോകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും സർക്കാർ ഓഫീസിൽ പോയിട്ട് ഒരു സ്വകാര്യ ഓഫീസിൽ കിട്ടുന്നതിനേക്കാൾ അവർക്ക് ചായയും കാപ്പിയും ഭക്ഷണവും എല്ലാം കൊടുത്ത് സ്വീകരിക്കുന്ന ഏതെങ്കിലും ഓഫീസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. അപ്പോൾ ഈ 3 മെമ്പർമാർ സ്ഥിരമായിട്ട് ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി അവിടെ ഇരിക്കുകയാണ്. ഏതെങ്കിലും കാരണവശാൽ അവർ വന്ന കാര്യം അപ്പോൾ ചെയ്തു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ
ആ മെമ്പർമാര് അത് പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം ആ പേപ്പറുകൾ ശരിയാക്കി അവരുടെ വീടുകൾ എത്തിക്കണം. സാധിക്കുമോ കമ്മ്യൂണിസ്റ്റുകാർക്ക്? കോൺഗ്രസ്സുകാർക്ക് സാധിക്കുമോ? നിങ്ങളിതിനു മുമ്പ് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഭരിച്ചപ്പോൾ അവിടെ നടന്നത് എന്താണെന്ന് അറിയാം. പുറമേ നമ്മളറിയാം, കട്ടിൽ കൊടുത്തു, ബയോബിൻ കൊടുത്തു, ആട് കൊടുത്തു, പോത്ത് കൊടുത്തു, മുട്ടക്കോഴി കൊടുത്തു. വീട് ഏറ്റവും കൂടുതൽ വീടുകൾ അനുവദിച്ചിരിക്കുന്നത് 2020 ഭരിക്കുന്ന പഞ്ചായത്തുകളിലാണ്. കിഴക്കമ്പലത്ത് മാത്രം 11 കോടി രൂപയാണ് വീടിന് അനുവദിച്ച്. 289 വീടുകൾ ലൈഫ് മിഷനിൽ. ഓരോ വീടിനും മെയിൻ്റനൻസിന് വേണ്ടി 1.5 ലക്ഷം രൂപ അനുവദിച്ചു. ഇനിയും 1 കോടി രൂപ ആളുകൾ എടുക്കാനില്ല അവിടെ. ഇപ്പോൾ കട്ടിൽ കൊടുത്താൽ എടുക്കാൻ ആളില്ല, മുട്ടക്കോഴി കൊടുത്താൽ എടുക്കാൻ ആളില്ല, ബയോബിൻ കൊടുത്താൽ എടുക്കാൻ ആളില്ല, ആട് കൊടുത്താൽ എടുക്കാൻ ആളില്ല, പോത്ത് കൊടുത്താൽ എടുക്കാൻ ആളില്ല, അങ്ങനെ പല വൃക്ഷങ്ങൾ കൊടുത്താൽ ആളുകളില്ല. അതേ സാഹചര്യത്തിലേക്ക് 2020 5 വർഷം കൊണ്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇനി ഇപ്പോൾ പലരും പറയുന്നു ചില റോഡുകൾ ചെയ്തിട്ടില്ല, സിംഗപ്പൂർ ആക്കുമെന്ന് പറഞ്ഞു. സിംഗപ്പൂർ ആക്കിയില്ല. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഞങ്ങൾ ഭരിക്കാൻ തുടങ്ങിയിട്ട് ഐക്യനാടും മുഴുവന്നവരും ഒക്കെ 5 വർഷമായിട്ടുള്ളൂ. ഇതിനു മുമ്പ് ഏതാണ്ട് 70 വർഷം ഭരിച്ചത് ഈ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും അല്ലേ? ഇവർ സിംഗപ്പൂരാക്കാഞ്ഞ്? സിംഗപ്പൂർ വേണ്ടായിരുന്നു. നമുക്ക് അത്യാവശ്യം മനുഷ്യർക്ക് നടക്കാവുന്ന റോഡുകളെങ്കിലും ഉണ്ടാവട്ടെ. ഇപ്പൊ പുത്തൻകുരിശ് 15 വർഷമായിട്ട് ഭരിക്കുന്നു. ഈ കേരളത്തില് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു പഞ്ചായത്താണ് പുത്തൻകുരിശ്. അവിടെ മനുഷ്യർക്ക് നടക്കാവുന്ന ഒരു റോഡ് പോലും 15 വർഷം ഭരിച്ചിട്ടുണ്ടാക്കാൻ സാധിച്ചില്ല അവർക്ക്. നിങ്ങൾ അവിടെ രാത്രി പോയി നോക്ക്, ഏതെങ്കിലും പോസ്റ്റിൽ ലൈറ്റ് ഉണ്ടോ എന്നുള്ളത്. ഒരു പോസ്റ്റിൽ പോലും ലൈറ്റ് ഇടാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ കാശൊക്കെ അവിടെ പോയി? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ 2020 ഭരിക്കുന്ന 4 പഞ്ചായത്തുകളിൽ 1597 റോഡുകളാണ് BMBC നിലവാരത്തിൽ നമ്മൾ പൂർത്തിയാക്കിയത്. ഏതാണ്ട് 220 കിലോമീറ്റർ തോടുകൾ നമ്മൾ ആഴം കൂട്ടി. 1 തവണയല്ല, 2 തവണയല്ല, 3 തവണ. സ്ട്രീറ്റ് ലൈറ്റ്, അതിനെപ്പറ്റി ഞാൻ അവസാനം പറയാം. വലിയ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. 35,450 സ്ട്രീറ്റ് ലൈറ്റുകളാണ് 2020 5 വർഷം കൊണ്ട് 4 പഞ്ചായത്തുകൾ ഇട്ടത്. 35,450. ഓരോ പഞ്ചായത്തുകളിലും 100ഉം 200ഉം ലൈറ്റുകളെ കത്തുന്ന ലൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ആ സ്ഥലത്താണ് ഇന്ന് 4 പഞ്ചായത്തുകൾ 2020 മെമ്പർമാരുള്ള പഞ്ചായത്തുകളിൽ 35,450 കത്തുന്ന ലൈറ്റുകൾ. ഒരു പോസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു ലൈറ്റ് ഉണ്ട്. ഇത് പറയാനായിട്ട് ആർക്കെങ്കിലും സാധിക്കുമോ? എന്താണ് പുത്തൻകുരിശ് 15 വർഷം ഭരിച്ചിട്ട് അവർക്ക് സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇടാൻ സാധിക്കാത്തത്? ഇനി 2020 വന്നതിന് ശേഷം ഏറ്റവും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ഭക്ഷ്യസുരക്ഷ. നമുക്കറിയാം, ഇന്ന് ജനങ്ങളത് മനസ്സിലാക്കുന്നു. ഈ പിണറായി സർക്കാർ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ 2016 അധികാരം ഏറ്റെടുത്തപ്പോൾ പിണറായി സർക്കാർ പറഞ്ഞ എന്താണ്? ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ വിലക്കയറ്റം പിടിച്ചു നിർത്തും, വില കുറയ്ക്കും. വില കുറച്ചുമില്ല, പിടിച്ചുമില്ല, നിർത്തിയുമില്ല. വിലകൾ ഇങ്ങനെ കുതിച്ച് കയറി. 75 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന മത്തി 350 രൂപയായി. നമ്മുടെ ഭക്ഷ്യസുരക്ഷാ മാളിൽ 110 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന വെളിച്ചെണ്ണ 550 രൂപയായി. 28 രൂപയ്ക്ക് കൊണ്ടിരുന്ന മട്ടേരി ഇന്ന് 70-80 രൂപയായി. അങ്ങനെ സാധാരണക്കാർക്ക് ഒരു രീതിയിലും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ഈ കേരളത്തിനെ കൊണ്ടുവന്നു. എന്നിട്ടോ നമ്മളുടെ ഭക്ഷ്യസുരക്ഷ അവർ കഴിഞ്ഞ മാസം ഇലക്ഷന്റെ പേര് പറഞ്ഞ് കളക്ടറെ കണ്ട് രാഷ്ട്രീയ സ്വാധീനം വെച്ച് അടച്ചുപൂട്ടി. അപ്പോ ഏതാണ്ട് 55,000 കുടുംബങ്ങളാണ് അവിടെ നിന്ന് സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരുന്നത്. ആ 55,000 കുടുംബങ്ങളെയും പട്ടിണിയിലേക്ക് അവർ തള്ളിവിട്ടു. എന്നിട്ടോ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെന്തെങ്കിലും ചെയ്തോ?
ഇവരടച്ചുപൂട്ടിയതല്ലാതെ, അടച്ചുപൂട്ടിയവർക്ക് ഉത്തരവാദിത്വമില്ലേ? ഞങ്ങളാണ് അടച്ചുപൂട്ടിയത്. ഞങ്ങൾ ഇതിനൊരു ബദൽ സംവിധാനം കൊണ്ടുവരുന്നു. നിങ്ങളൊന്നുകൊണ്ട് ഭയപ്പെടണ്ട. 2020 എന്ത് വിലയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നോ അതേ വിലയ്ക്ക് ഞങ്ങൾ നൽകാം. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർ ചെയ്തോ? കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തോ? കോൺഗ്രസ്സുകാർ ചെയ്തോ? ചെയ്തില്ല. അപ്പോൾ സാധനങ്ങളുടെ വില കയറി ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായെന്നറിയാം. നമ്മുടെ പാർട്ടി വളരെയധികം അതിനുവേണ്ടി ശ്രമിച്ചു. അത് തുറക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷേ ഇപ്പോൾ അത് തുറന്നു കഴിഞ്ഞാൽ ഈ തവണത്തെ ഇലക്ഷനിൽ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും പറയാൻ പോകുന്ന എന്താണത്? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നിങ്ങളത് തുറന്നു, ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്, വോട്ട് നേടാൻ വേണ്ടിയിട്ട്. അങ്ങനെ പറ്റിക്കേണ്ട ആവശ്യം 2020-ക്കില്ല. ഭക്ഷ്യസുരക്ഷാ മാള് തുറക്കാതെ തന്നെ ഈ കുന്നത്തുനാടിലെ 7 പഞ്ചായത്തുകളും ഞങ്ങൾ പിടിച്ചു കാണിച്ചു തരാം. അതായത് ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിക്കുന്ന പാർട്ടിയല്ല 2020 എന്ന് തെളിയിച്ചു തന്നിട്ടേ ഞങ്ങളത് തുറക്കൂ. അങ്ങനെ 7 പഞ്ചായത്തുകളുടെ ഭരണം ഏറ്റെടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുന്ന ഡിസംബർ 20-ാം തീയതി നമ്മുടെ ഭക്ഷ്യസുരക്ഷാ മാള് വീണ്ടും തുറക്കും. ഇതിനേക്കാൾ ശക്തിയോടെ കൂടി നമ്മൾ തുറക്കും. അപ്പോൾ അതുവരെ ഒരു താൽക്കാലിക സഹായം എത്തിക്കണമെന്ന് നമ്മുടെ പാർട്ടി ആവശ്യപ്പെട്ടു. ആ താൽക്കാലിക സഹായമാണ് ഇന്ന് നിങ്ങളുടെയൊക്കെ വീടുകൾ തോറും നമ്മുടെ പ്രവർത്തകർ കയറി ഇറങ്ങി കൊടുക്കുന്നത്. ഇത് പിണറായി നമ്മുടെ നികുതി പണം കൊണ്ട് കൊടുക്കുന്ന, പിണ്ണാക്ക് കൊടുക്കുന്ന മാതിരിയല്ല നമ്മുടെ കിറ്റ്. ഓരോ കിറ്റും അത്രമാത്രം വിലപ്പെട്ടതാണ്. അത് പാക്ക് ചെയ്യുന്നതിൻ്റെ കാര്യത്തിലും അതിൻ്റെ സാധനങ്ങളുടെ ക്വാളിറ്റിയുടെ കാര്യത്തിലായാലും ഒരാൾക്ക് പോലും ഒരു കുറ്റവും പറയാൻ സാധിക്കില്ല. അത് മാത്രമല്ല, പിണറായിയുടെ കിറ്റ് വേണമെങ്കിൽ നിങ്ങൾ റേഷൻ കടയിൽ പോയിട്ട് ആഴ്ചകൾ ക്യൂ നിൽക്കണം. ഇവിടെ വേണ്ട. നിങ്ങളുടെ വീട്ടിലേക്ക് നമ്മുടെ പ്രവർത്തകര് ചുമന്ന് 15 കിലോയുള്ള കിറ്റ് ചുമന്ന് നിങ്ങളുടെ വീടുകളിൽ എത്തിക്കുകയാണ്. ആർക്കാ സാധിക്കുക? ഇത്രയും കാലം ഈ പറയുന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഇവിടെ ഭരിച്ചു. എന്നെങ്കിലും 5 പൈസയുടെ ഒരു മിഠായി നിങ്ങൾക്ക് മേടിച്ചു തന്നിട്ടുണ്ടോ? ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോ വാഗ്ദാനങ്ങൾ നൽകി നിങ്ങളെ പറ്റിക്കുന്നതല്ലാതെ 5 പൈസയുടെ നാരങ്ങ മിഠായി നിങ്ങൾക്ക് മേടിച്ചു തന്നിട്ടുണ്ടോ? 2021 കാലയളവിൽ നിങ്ങൾക്കറിയാം, കോവിഡ് വന്ന് ലോകം മുഴുവൻ അടച്ചിട്ടപ്പോ ഒരു വീട് പോലും പട്ടിണിയാവരുതെന്ന് വിചാരിച്ച ഒരേ ഒരു പ്രസ്ഥാനമാണ് 2020. 50% നിന്ന് 80% വില കുറച്ചു. ഇനി ആ 20% വെള്ളം 20% പോലും മേടിക്കാൻ പറ്റാത്തവർക്ക് ഏതാണ്ട് 2000-ഓളം കുടുംബങ്ങൾക്ക് സൗജന്യമായിട്ട് 2 വർഷമാണ് കിറ്റ് കൊടുത്തുകൊണ്ടിരുന്നത്. എവിടെ പോയിരുന്നു കമ്മ്യൂണിസ്റ്റുകാര്? എവിടെ പോയിരുന്നു കോൺഗ്രസ്സുകാര്? എല്ലാ വീടുകളിലും സാനിറ്റൈസർ എത്തിയില്ലേ? എല്ലാ വീടുകളിലും മാസ്ക് എത്തിയില്ലേ? എല്ലാ വീടുകളിലും ഹോമിയോ മെഡിസിൻ എത്തിയില്ലേ? അപ്പോ ജനങ്ങളെ നിങ്ങൾ ആലോചിക്കണം. ആരാണ് ജനങ്ങൾക്ക് സഹായം എത്തിക്കുന്ന പാർട്ടി? കോൺഗ്രസ്സുകാരാണോ കമ്മ്യൂണിസ്റ്റുകാരാണോ അതോ ജനങ്ങളെ സ്നേഹിക്കുന്ന ജനങ്ങളുടെ പാർട്ടിയായ 2020 ആണോ എന്ന്? അപ്പോൾ നമ്മൾ ഭക്ഷ്യസുരക്ഷ നടപ്പാക്കി, വീടുകളുടെ പട്ടിണി മനസ്സിലാക്കി, നമ്മൾ അവിടെ കിറ്റുകൾ എത്തിച്ചു. ആ കിറ്റുകൾ എത്തിച്ച് ഇതിനെല്ലാം പുറമെ നമുക്ക് തോന്നിയ ഒരു ഐഡിയ ആണ്, ഈ കിഴക്കമ്പലം പ്രദേശത്ത് കൂടി നടന്നു പോകുന്ന, അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തുകളിൽ കൂടി പോകുന്ന ആളുകൾ ഒരിക്കലും പട്ടിണി കിടക്കാൻ പാടില്ല എന്ന്. അങ്ങനെയാണ് പുതിയ ഒരു സംഭവം നമ്മൾ പ്ലാൻ ചെയ്തത്. കിഴക്കമ്പലം ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് അതിൻ്റെ സൈഡിൽ മൂത്രപ്പുരകൾ കൂടാതെ 1-ാം നിലയിൽ രാവിലെ 6 മണിക്ക് തുറക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് പണിയാൻ തീരുമാനിച്ചു. രാവിലെ 6 മണി മുതൽ 9 മണി വരെ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. 9 മണി മുതൽ 12 മണി വരെ ചായയും കാപ്പിയും സ്നാക്സും കിട്ടും. 12 മണി മുതൽ 2 മണി വരെ അവിടെ ഉച്ചയൂണ് കിട്ടും. 2 മണി മുതൽ വീണ്ടും 6 മണി വരെ ചായയും കാപ്പിയും സ്നാക്സും കിട്ടും. ഇനിയോ 6 മണി മുതൽ 9 മണി വരെ
വൈകുന്നേരത്തെ ഊണും കിട്ടും. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ലോകത്തിൽ? അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി. അതായത് കിഴക്കമ്പലത്തുകാരല്ല, നമ്മുടെ പഞ്ചായത്തിലുള്ള ആളുകളല്ല, ഈ കിഴക്കമ്പലത്ത് കൂടി കടന്നു പോകുന്ന ഒരാൾ പോലും വിശന്നിരിക്കാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തിലാണ് നടപ്പിലാക്കിയത്. ഇതെല്ലാം സൗജന്യമാണ്. അവിടെ ആധാർ കാർഡ് ആവശ്യമില്ല, 2020 കാർഡ് ആവശ്യമില്ല, പാസ്പോർട്ട് ആവശ്യമില്ല. വിശക്കുന്നവന്, ആവശ്യമുള്ളവന് അതിലേക്ക് കയറി ഭക്ഷണം കഴിക്കാം, ചായ കുടിക്കാം, കാപ്പി കുടിക്കാം, സ്നാക്സ് കഴിക്കാം, ഉച്ചയൂണ് കഴിക്കാം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, വൈകുന്നേരം ഊണ് കഴിക്കാം. ഇനി 3 നേരവും കഴിച്ച് അവിടെ തന്നെ താമസിക്കണമെങ്കിൽ അവർക്ക് താമസിക്കാം. ആരും ചോദിക്കില്ല. കമ്മ്യൂണിസ്റ്റുകാരെ എന്നിട്ട് എന്ത് ചെയ്തു? കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും കൂടി അത് തടഞ്ഞിട്ടിരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തെങ്കിലും മനുഷ്യത്വം ഉണ്ടോ അവർക്ക്? ഒരു നാരങ്ങാ മിഠായി മേടിച്ചു കൊടുക്കാൻ പറ്റാത്തവര്, ഒരുത്തിന്റെ വിശപ്പിന് ഒരു നേരം ഭക്ഷണം കൊടുക്കാൻ പറ്റാത്തവര്, വേറെ ആരെങ്കിലും കൊടുക്കണ്ടെങ്കിൽ അത് കൊടുത്തോട്ടെ എന്നുള്ള ഒരു മനസ്സ് വേണ്ടേ? എത്രത്തോളം ക്രൂരമാണ്, എത്രത്തോളം ക്രൂരമായിട്ടാണ് ഇവർ ജനങ്ങളെ സേവിക്കുന്നത്. അതായത് നിങ്ങൾ ഓർത്തു കുറിച്ചിട്ടോളൂ, ഇന്ന് കേരളത്തിലല്ല, ഇന്ത്യയില് ഇവിടുത്തെ ജനങ്ങൾ നന്നാകരുത് എന്ന് വിശ്വസിക്കുന്ന, ഒരിക്കലും നന്നാവരുത് വിശ്വസിക്കുന്ന ഒരേ ഒരു വർഗമുണ്ടെങ്കിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരുമാണ്. ഈ നാട് നന്നാവരുത്, ഇവിടുത്തെ ജനങ്ങൾ നന്നാവരുത്, നിങ്ങൾ പട്ടിണി കിടക്കണം. പട്ടിണി കിടന്ന് ദുരിതം അനുഭവിച്ച് നിങ്ങൾ ഈ ലോകം വിട്ടു പോകണം എന്നാഗ്രഹിക്കുന്ന ഇത്രയും വൃത്തികെട്ട 2 പാർട്ടികളാണ് LDFും UDFും. അല്ലെങ്കിൽ എന്തെങ്കിലും മനുഷ്യത്വമുണ്ടെങ്കിൽ ഒരാൾ പറയാണ്, ഈ നാട്ടിൽ ആരും വിശന്ന് കിടക്കരുത്. നിങ്ങൾ രാവിലെ 6 മണി മുതൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ, കാപ്പി കുടിച്ചോ, ചായ കുടിച്ചോ, സ്നാക്സ് കഴിച്ചോ, ഉച്ച ഊണുണ്ടോ, വൈകുന്നേരം ഭക്ഷണം കഴിച്ചോ എന്ന് പറയുമ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞ് ഇവിടുത്തെ പോലീസിനെയും കൂട്ടുപിടിച്ച് കോടതിയെ വരെ അവർ കയ്യിലെടുത്ത് അത് സ്റ്റേ ചെയ്തിട്ടിരിക്കുക. ഈ മാസം അത് തുറക്കേണ്ടതായിരുന്നു. ഒരുപാട് സങ്കടമുണ്ട്. എത്രയോ ആളുകളാണ് ഒരു നേരം വിശന്ന് കരയുന്നത്. എത്രയോ വീടുകളിലാണ് കുട്ടികൾ വിശന്ന് കരയുന്നത്. എന്തുകൊണ്ട് ഇവർ ആലോചിക്കുന്നില്ല? അത് എന്തുകൊണ്ട് ഇവരൊരു മനസ്സാക്ഷിയില്ലാതെ പ്രവർത്തിക്കുന്നു? ഇതിനെയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. തിരിച്ചടിക്കണം. നിങ്ങൾ ഈ ചെകുത്താങ്ങളെ തിരിച്ചടിക്കണം. ഈ തെരഞ്ഞെടുപ്പിലൂടെ നിങ്ങൾ തിരിച്ചടിക്കണം. ജനങ്ങൾക്കെതിരെ തിരിയുന്ന, ജനങ്ങളുടെ ഭക്ഷണം മുട്ടിക്കുന്ന ഇവരെ അറബിക്കടലിൽ എടുത്തെറിയണം. നിങ്ങൾ ഇനി ഒരിക്കലും 2020 എന്നല്ല, നല്ല പ്രവൃത്തി ചെയ്യുന്ന, ജനങ്ങളെ സേവിക്കുന്ന, ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന് പോലും തടയാൻ ഇവരുടെ കൈകൾ പൊങ്ങരുത്. അതിനാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഉപയോഗിക്കേണ്ടത്. അവിടെ ഈ ബസ് സ്റ്റാൻഡ് തുറക്കുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ കുറെ കമ്മ്യൂണിസ്റ്റുകാർ കൂടി അവിടെ ഒരു ദിവസം മരിച്ചു പൊളിച്ച് CIT-കാര്, DIFI-കാര് എല്ലാവരും കൂടി കയറുക. പോലീസ് വരുന്നു, പോലീസ് ഇവരെ സഹായിക്കുകയാണ്. എന്നിട്ട് അവിടെ പണിത് വെച്ചിരുന്ന സാധനങ്ങളൊക്കെ നശിപ്പിച്ചു. എന്നിട്ട് ഇവരെന്ത് ചെയ്തു? ഒരു ഷെഡ് കൊണ്ടുവന്ന് കെട്ടി, എന്നിട്ട് ഒരു അടക്കാമരം കൊണ്ടുവന്ന് അവിടെ ഇരുത്തി ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കിയതാ. ഇവർക്കൊക്കെ ഇതേ ചിന്തിക്കാൻ പറ്റൂ. കാരണം ഇവർ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് എന്താണ്? കുറച്ച് ഓല മേയുക, അതിലൊരു അടക്കാമരം കെട്ടി വയ്ക്കുക, നമ്മുടെ പകുതി അടക്കാമരത്തിൻ്റെ അപ്പുറത്തും പകുതി ഇപ്പുറത്തുമായിട്ട് അതിൽ കയറിയിരിക്കുക. ഇതാണ് ഇവർ പഠിച്ചിട്ടുള്ളൂ. കാരണം എഴുതാനും വായിക്കാനും അറിയാവുന്ന ഒരെണ്ണം ഇതിലുണ്ടോ? ശിവൻകുട്ടിയുടെ അനുയായികളല്ലേ ഇവരൊക്കെ? 1000-ൽ മേലെ ഒരക്കം പറയാൻ പോലും പറ്റാത്ത വിദ്യാഭ്യാസ മന്ത്രി എവിടെ ഭരിക്കുന്നേ അല്ലേ? അപ്പോ ഇവിടുത്തെ ലോക്കൽ സഹാക്ക് അതിൽ കൂടുതൽ പ്രതീക്ഷിക്കാൻ പറ്റുമോ? അപ്പൊ അവര് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്താണ്? ഇവിടുത്തെ ജനങ്ങള് ജീവിതകാലം മുഴുവൻ ഓല ഷെഡിലും അടക്കാമരത്തിലും
കരിങ്കലിൻ്റെ മുകളിലൊക്കെ കയറിയിരുന്ന് ജീവിതം തീർത്തോളണം. അതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇനി ആരോഗ്യ സുരക്ഷ ഇപ്പോഴും നടക്കുന്നുണ്ട്. 50% വരെ വില കുറച്ചൊരു മെഡിക്കൽ സ്റ്റോർ. നിങ്ങളെല്ലാ പഞ്ചായത്തുകളും വിജയിക്ക്, നമുക്ക് 50-70 ആക്കാം. ഒരാൾ പോലും മരുന്ന് കിട്ടാതെ ഇവിടെ മരണപ്പെടാൻ പാടില്ല. എത്രയോ ആളുകളാണ് മരുന്ന് മേടിച്ച് കഴിക്കാൻ പറ്റാതെ 5-10 വർഷം മുമ്പ് ഈ ലോകം വിട്ടുപോകുന്നത്. അപ്പോൾ അതിനൊരു സാഹചര്യം ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആരോഗ്യ സുരക്ഷ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇതിനു പുറമെയാണ് കിഴക്കമ്പലത്ത് ഒരു ട്രയൽ അടിസ്ഥാനത്തിൽ സഞ്ചരിക്കുന്ന ആശുപത്രി കൊണ്ടുവന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആശുപത്രിയിൽ ഡോക്ടറും നഴ്സും മരുന്നുമായിട്ട് ഓരോരുത്തരുടെയും വീടുകളിലേക്ക് ചെന്ന് അവരെ ചികിത്സിക്കുന്നു. അത് വളരെ വിജയകരമാണ്. നമ്മുടെ 7 പഞ്ചായത്തുകളിൽ 2020 അധികാരമേൽപ്പിച്ചു കഴിഞ്ഞാൽ ആദ്യം നടപ്പിലാക്കാൻ പോകുന്നത് സഞ്ചരിക്കുന്ന ആശുപത്രി ആയിരിക്കും. സാധിക്കോ? ചോദിക്കവരോട്. സാധിക്കില്ല. അവർക്ക് മരുന്ന് കക്കാൻ അറിയുള്ളൂ, മരുന്ന് കൊടുക്കാൻ അറിയില്ല. ഇത് മാത്രമല്ല, ഇന്നലെയാണ് എന്നെ ഓർമ്മപ്പെടുത്തിയത്. നമ്മുടെ ഒരു സഹോദരൻ ഹാർട്ട് അറ്റാക്ക് മൂലം മരിച്ച കാര്യം പറഞ്ഞു. നമ്മുടെ ആംബുലൻസ് അടുത്ത സ്ഥലത്ത് നിന്ന് ഓടിയെത്തേണ്ടതായിട്ട് വന്നു. അങ്ങനെയാണ് ഇന്നലെ രാത്രി എനിക്കൊരു ആശയമുണ്ടായത്. ഒരിക്കലും തക്ക സമയത്ത് ആശുപത്രിയിൽ എത്താൻ പറ്റാതെ ഈ നാട്ടിലെ ഒരാൾ പോലും മരണപ്പെടാൻ പാടില്ല. അതുകൊണ്ട് 2020 വിജയിക്കുന്ന പഞ്ചായത്തുകളിലെല്ലാം അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് നിയന്ത്രണത്തിൽ ഓരോ ആംബുലൻസ് 24 മണിക്കൂറും സൗജന്യമായിട്ടുണ്ടായിരിക്കും. അപ്പോൾ 50% വരെ വിലക്കുറവിൽ മരുന്നുകൾ ലഭിക്കുക, പ്രായമായവരുടെയും അവരുടെയൊക്കെ വീടുകളിലേക്ക് സഞ്ചരിക്കുന്ന ഡോക്ടറും നേഴ്സും എത്തുക. അതോടൊപ്പം തന്നെ ഏത് സമയത്തും 24 മണിക്കൂർ സജ്ജമായിരിക്കുന്ന ഒരു ആംബുലൻസ് ഓരോ പഞ്ചായത്തിലും ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ജീവനുകൾ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. തക്ക സമയത്ത് ചികിത്സ കൊടുക്കാൻ സാധിക്കും. മരുന്ന് കിട്ടാത്തതുകൊണ്ട് മരണപ്പെടാൻ പാടില്ല. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ് ഞാൻ പറഞ്ഞു 1597 റോഡുകൾ ചെയ്തു. 220 കിലോമീറ്റർ റോഡുകൾ, ആവശ്യമുള്ളവർക്ക് ആട്, പോത്ത്, വീട്, കിണറ്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇന്ത്യയിലെ 2,72,000 പഞ്ചായത്തുകൾ വെച്ച് ഏറ്റവും നല്ല വികസനം വരുത്തി. 10 വർഷം കിഴക്കമ്പലം പൂർത്തിയായി. ഐക്കരനാടും മഴുവന്നൂരും കുന്നത്തുനാടും 5 വർഷം പൂർത്തിയാകുമ്പോൾ 50 കോടി രൂപ മിച്ചം വെച്ചുകൊണ്ട് അന്തസ്സായിട്ട് തല ഉയർത്തിക്കൊണ്ടാണ് അടുത്ത ഇലക്ഷനെ നമ്മൾ നേരിടാൻ പോകുന്നത്. അപ്പോൾ ഈ 50 കോടി രൂപ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ഓർക്കണം, കിഴക്കമ്പലം പഞ്ചായത്തിൽ ആദ്യ 5 വർഷം പൂർത്തിയാക്കുമ്പോൾ 13,57,00,000 രൂപ മിച്ചം വെച്ചു. 39 ലക്ഷം രൂപ കടം ബാക്കി വെച്ചിട്ട് പോയ പഞ്ചായത്തിനെയാണ് ആ കടം നികത്തിക്കൊണ്ട് 13,57,00,000 രൂപ മിച്ചം പിടിച്ചത്. രണ്ടാമത് ഭരണം പൂർത്തിയാക്കുമ്പോൾ 13 കോടിയിൽ നിന്ന് 32 കോടി നിക്ഷേപം ഇന്ന് ജനങ്ങളുടെ പൈസ അവിടെ കിടക്കുന്നുണ്ട്. ഇന്ന് ഐക്കരനാട് പഞ്ചായത്തിൽ 5 വർഷമേ പൂർത്തിയായിട്ടുള്ളൂ. 14 കോടി രൂപ എല്ലാ റോഡുകളും ടാർ ചെയ്തു. എല്ലാ വികസനവും പൂർത്തിയാക്കിയതിനു ശേഷം 14 കോടി രൂപ അവിടെ നീക്കിയിരിപ്പും മിച്ചമായിട്ട് വെച്ചിട്ടുണ്ട്. പലർക്കും ഒരു സംശയം, ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും പറയുന്നത് എന്താണ്, ഇതെങ്ങനെയാണ് ഈ ബാക്കി വന്നത്? ഈ ബാക്കി വന്നത് നിങ്ങൾ വികസനമൊന്നും നടത്താതിരുന്നിട്ടാണ്. അവർ വികസനം നടത്തിയിരുന്നെങ്കിൽ 32 കോടി പോയിട്ട് ഒന്നും അവിടെ ബാക്കി ഉണ്ടാവില്ല. കാരണം അവരുടെ വികസനം എങ്ങോട്ടാ പോകുന്നത്? അവരുടെയൊക്കെ പോക്കറ്റിലേക്കാണ് അവരുടെ വികസനം പോകുന്നത്. അപ്പോൾ കിട്ടുന്ന പൈസ മുഴുവൻ ചെലവഴിച്ച് പുട്ടടിച്ച്, ഇപ്പൊ പിണറായി ഗവൺമെന്റില്ലേ എല്ലാ ദിവസവും കടമെടുക്കുക. 200 കോടി വെച്ചിട്ട് ഒരു ദിവസം, ഒരാഴ്ചയിൽ 1000 കോടി 1400 കോടി രൂപ കടമെടുത്ത പിന്നെ എന്തിനാ അയാൾ വാഴാപ്പിണ്ടി പോലെ അവിടെ ഇരിക്കുന്നത്? കടമെടുക്കാനാണെങ്കിൽ പണിയെടുക്കണം, അധ്വാനിക്കണം. ഇതുപോലെ പണിയെടുത്ത് അധ്വാനിച്ച്
മിച്ചം വെക്കണം. ഇനി നിങ്ങളുടെ ഓരോ രൂപയും വിലപ്പെട്ടതാണ്, നിങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ കൂടി കൃത്യമായിട്ട് അക്കൗണ്ടിൽ കൂടിയാണ് മേടിക്കുന്നത്. ഇവരെമാതിരി പാട്ടാപ്പിരിവും ബക്കറ്റ് പിരിവും ഒന്നല്ല ഞാൻ നടത്തുന്നത്. അവർക്ക് റെസിപ്റ്റും കിട്ടും, അതിന് കണക്കുകളുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ അത് പരിശോധിക്കും, ഇതെല്ലാം ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഇതിട്ടു. ഇട്ട് കഴിഞ്ഞപ്പോൾ ചിലർ ചോദിക്കുകയാണ്, 50 കോടി രൂപ നീക്കിയിരിപ്പുണ്ടെങ്കിൽ അതെടുത്ത് അങ്ങോട്ട് ചിലവാക്കിയാൽ പോരെയിരുന്നു. ആ 50 കോടി എൻ്റെ പണമാണോ? നിങ്ങളുടെ പണമല്ലേ? അത് ഇലക്ഷന് ചിലവാക്കേണ്ടതാണോ? അത് കമ്മ്യൂണിസ്റ്റുകാരെയും കോൺഗ്രസ്സുകാരെയും ഉദ്ദേശിച്ചാൽ അവർ ഉദ്ദേശിച്ചത്. കാരണം അവരാണെങ്കിൽ 50 കോടി ഇപ്പോൾ സ്വാഹ അല്ലേ, അവരൊക്കെ പോക്കറ്റിൽ പോയിട്ട് അതിൽ കുറച്ച് കാശ് ഇലക്ഷൻ ചിലവാക്കി, ബാക്കി കാശെല്ലാം ഇവരുടെ പോക്കറ്റിലായേനെ. അത് ഉദ്ദേശിച്ച് ഏതോ കമ്മിയോ കൊങ്ങിയാണ് അത് ചോദ്യം ചോദിച്ചത്. അപ്പോൾ ജനങ്ങളുടെ പൈസ ഈ മിച്ചം വയ്ക്കാതെ ഈ 50 കോടി രൂപ എനിക്കും അടിച്ചു മാറ്റാമായിരുന്നു. ആരെങ്കിലും അറിയോ? നിങ്ങളറിയോ? ഈ 50 കോടി കൊണ്ട് സുഖമായിട്ട് എനിക്ക് അതിൽ 10-15 കോടി ഇലക്ഷന് ചിലവാക്കി വീണ്ടും പഞ്ചായത്തുകൾ പിടിച്ച് ഈ പറയുന്ന 50 കോടിയുടെ സ്ഥാനത്ത് 500 കോടിയും 1000 കോടിയും എല്ലാം എൻ്റെ പോക്കറ്റിലേക്ക് ഇടാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ എല്ലാ റോഡുകളും നല്ല രീതിയിൽ ടാർ ചെയ്ത് ജനങ്ങളുടെ ക്ഷേമം പരമാവധി ഉറപ്പാക്കി നല്ലൊരു വികസനം കാഴ്ചവെച്ചാൽ ഏതൊരു പഞ്ചായത്തിലും ഒരു വർഷം നമുക്ക് 2 കോടി മുതൽ 3 കോടി രൂപ വരെ മിച്ചമുണ്ടാവും. ഞാൻ ഈ 10 വർഷത്തെ ഭരണം കൊണ്ട് മനസ്സിലാക്കിയതാണ്. പക്ഷേ കേരളത്തിലെ 942 പഞ്ചായത്തിൽ ഒരു പഞ്ചായത്തിൽ പോലും കടം ബാക്കി വെക്കുന്നതല്ലാതെ ഒരു പൈസ പോലുമില്ല. എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഒരു വർഷം ശരാശരി 2 കോടി മുതൽ 3 കോടി രൂപ വരെ ജനങ്ങളുടെ നികുതി പണം അവർ അടിച്ചു മാറ്റുന്നു എന്നുള്ളതിൻ്റെ തെളിവാണത്. അപ്പം അതുകൊണ്ട് നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. ഇനി ഇവിടുത്തെ ജനങ്ങളെല്ലാവരും വിചാരിക്കുകയാണ് 2020 ഭരിച്ചു, ഇനി നമുക്ക് വീണ്ടും LDFന് കൊടുക്കാം, UDFന് കൊടുക്കാം. എനിക്കൊരു വിരോധവുമില്ല. കാരണം അധികാരത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രീയത്തിൽ വന്ന ഒരാളല്ല ഞാൻ. വളരെ യാദർച്ഛികമായിട്ട് ഒരു ദൈവനിയോഗമായിട്ട് ദൈവം എനിക്ക് തന്ന ഈ ലോകത്തിൽ തന്ന സമയത്ത് എന്തെങ്കിലും ഈ ഭൂമിക്ക് വേണ്ടി ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് അതിനുവേണ്ടി മാത്രം ഇറങ്ങിത്തിരിച്ചതാണ്. ഇപ്പോൾ ഐക്യനാട് ഞാൻ ഭരിക്കുന്നുണ്ട്. കിഴക്കമ്പലം പഞ്ചായത്ത് ഭരണം ഏറ്റെടുത്തപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പറഞ്ഞു അയാൾക്ക് അവരുടെ കമ്പനി നടത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഐക്യനാട് നടത്തുന്നുണ്ട്, എൻ്റെ കമ്പനിയുമില്ല, 1 സെൻറ്റ് സ്ഥലവുമില്ല. അവിടെ മഴുവന്നൂർ നടത്തുന്നുണ്ട്, എൻ്റെ കമ്പനിയുമില്ല, 1 ഇഞ്ച് സ്ഥലവുമില്ല. എനിക്ക് കുന്നത്തുനാടിൽ എനിക്ക് 1 ഇഞ്ച് സ്ഥലവും എൻ്റെ കമ്പനിയുമില്ല. ഇപ്പോൾ 60 പഞ്ചായത്തുകളിൽ നമ്മൾ പോകുന്നുണ്ട്, കൊച്ചിൻ കോർപ്പറേഷനിൽ പോകുന്നുണ്ട്, 4 മുനിസിപ്പാലിറ്റികളിൽ പോകുന്നുണ്ട്. എൻ്റെ കമ്പനി എവിടെയാ? എൻ്റെ കമ്പനിയല്ല ഞാൻ തെലങ്കാനയ്ക്ക് കൊണ്ടുപോകാം, എനിക്ക് ആവശ്യമില്ല. അപ്പോൾ കമ്പനി നടത്താനായിട്ടല്ല ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്. എൻ്റെ അച്ഛൻ പറഞ്ഞ മാതിരി നിങ്ങൾ 4 നേരം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർ ഒരു നേരമെങ്കിലും വയറ് നിറച്ച് കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം എന്ന് പറഞ്ഞ് ആ ദൗത്യം പൂർത്തിയാക്കാനാണ് ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ 60 പഞ്ചായത്തുകളല്ല, കേരളം മുഴുവൻ നമുക്ക് പിടിക്കണം. ഈ കേരളത്തിൽ 4 കോടി ജനങ്ങൾ പട്ടിണിയില്ലാതെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു ദിവസം കണ്ടുകൊണ്ട് നിങ്ങൾക്കും എനിക്കും ഈ ഭൂമി വിട്ടുപോകാൻ സാധിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ അതിനു വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. ഇനി 50 കോടി പലർക്കും സംശയമാണ് എന്ത് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ഒരു സംശയവും വേണ്ട, അത് ജനങ്ങളിലേക്ക് തിരിച്ചു നൽകും. അതിനു വേണ്ടിയിട്ട് ഇപ്പം എനിക്ക് ഈ കാശ് എടുത്തിട്ട് ജനങ്ങൾക്കെല്ലാം വീതിച്ചു കൊടുക്കാനായിട്ടുള്ള നിയമം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ കൊടുത്തേനെ. അതിന് നിയമം അനുവദിക്കുന്നില്ല. നമ്മളിവിടെ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയുടെ അംഗീകാരത്തിന് വിടണം. ഞാൻ അതിനെന്ത് ചെയ്തു? ഞങ്ങൾ 2020 എല്ലാവരും കൂടി ആലോചിച്ചിട്ട് ജനങ്ങൾക്ക് പാചകവാതകം 25% ഡിസ്കൗണ്ട് കൊടുക്കാൻ തീരുമാനിച്ചു. ഇലക്ട്രിസിറ്റി 25% ഡിസ്കൗണ്ട് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഉദ്ദേശിച്ച് 2 കോടി രൂപ ഒരു വർഷം അതിന് വേണ്ടി വരും.
അപ്പോൾ ശരാശരി നമ്മൾ 3 കോടി രൂപ മിച്ചം വരുന്നു. 2 കോടി രൂപ ഇലക്ട്രിസിറ്റി ഇതുമായിട്ട് കൊടുക്കുക. തീരുമാനമെടുത്തു ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി. നമ്മുടെ ശ്രീനിജിനും അവരൊക്കെ അവിടെ ഇരിക്കുന്നത് അത് പറ്റില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചു. അതിനുശേഷം സ്റ്റേറ്റ് പ്ലാനിംഗ് കമ്മിറ്റിക്ക് പോയി, കോർഡിനേഷൻ കമ്മിറ്റിക്ക്. അവരും അത് നിരസിച്ചുകൊണ്ട് നമുക്ക് ഉത്തരവ് തന്നു. ഇപ്പോൾ അതിപ്പോൾ വക്കീലിനടുത്ത് കൊടുത്തിരിക്കുകയാണ്. ഈ ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച നമ്മൾ നമ്മുടെ അവസാന ആശ്രയമായ പരമോന്നത കോടതിയിൽ നമ്മൾ അത് ഫയൽ ചെയ്യാൻ പോവുകയാണത്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നിങ്ങൾ ഉറപ്പാക്കിക്കോളൂ, സുപ്രീം കോടതി വരെ പോയിട്ടാണെങ്കിലും ജനങ്ങൾക്ക് 25% പാചകവാതകത്തിലും ഇലക്ട്രിസിറ്റിയിലും ഞാൻ ഡിസ്കൗണ്ട് മേടിച്ച് സബ്സിഡി ആയിട്ട് കൊടുത്തിട്ട് ഇത് ഭരണം അവസാനിപ്പിക്കൂ. ഇനി അത് മാത്രമല്ല, ഈ 25% തുടങ്ങി വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ 50% അത് ഉയർത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷവും 4 കോടി രൂപ ജനങ്ങളിലേക്ക് തിരിച്ചു കൊടുത്തുകൊണ്ട് ഉള്ളൊരു ഭരണമായിരിക്കും നമ്മൾ നടപ്പിലാക്കുക. ഇനിയിപ്പോൾ എല്ലാവരും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ നിരപ്പന വീടുകളിൽ കയറി ഈ നുണകൾ പറയുന്നതിനോടൊപ്പം പറയുന്നൊരു കാര്യമാണ് 2020 ഒന്നും ചെയ്തിട്ടില്ല എന്ന്. ഞാനിവിടെ സമയക്കുറവുള്ളത് കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു ബുക്ക് നമ്മൾ പ്രിൻ്റ് ചെയ്ത് ഇറക്കുന്നുണ്ട്. മിക്കവാറും ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇറക്കാൻ സാധിക്കും. നിങ്ങളൊന്ന് ഓർത്തോളൂ, ആ ബുക്ക്, അതായത് 2020 നടപ്പിലാക്കി ചെയ്ത കാര്യങ്ങൾ വായിച്ചു തീർക്കാൻ 1 മാസമെങ്കിലും എടുക്കും. ഏതാണ്ട് 500 പേജുകളുണ്ട്. അത്രമാത്രം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക 2020 വേണോ, ഈ പറഞ്ഞ കമ്മിങ് കൊങ്ങിയാണോ വേണ്ടതെന്ന്. ഇതിനെല്ലാം പുറമെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. അടിപിടി, അക്രമം, കൊലപാതകം നടത്തി ഭരണം നടത്തുന്ന ആളുകളെയാണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന്, അതോ കള്ളും കഞ്ചാവും മയക്കുമരുന്നും കൊടുത്ത് നമ്മുടെ കുട്ടികളെ വരെ കള്ളക്കേസുകളിൽ കുടുക്കി അനാഥമാക്കുന്ന രാഷ്ട്രീയക്കാരെയാണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന്, അഴിമതി നടത്തി നിങ്ങളുടെ നികുതി പണം, നിങ്ങളുടെ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ പണം ഊറ്റിക്കുടിക്കുന്നവരെയാണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന്, വിലക്കയറ്റം കുറയ്ക്കുമെന്ന് പറഞ്ഞ അധികാരത്തിലേറി വില 3-4 ഇരട്ടിയായി ഉയർത്തി ജനങ്ങളെ പട്ടിണിക്കിടുന്ന രാഷ്ട്രീയക്കാരെയാണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന്, നമ്മുടെ ഓരോ കുടുംബങ്ങളുടെയും സന്തോഷവും സമാധാനവും ഇല്ലാതെയാക്കുന്ന രാഷ്ട്രീയക്കാരെയാണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളാണ് ആലോചിക്കേണ്ടത്. വോട്ട് ചോദിച്ചു വരുന്ന നിങ്ങളുടെ മുമ്പിൽ വന്ന് കൈകൂപ്പി ഒരോട്ട് തരണേ എന്ന് യാചിക്കുന്ന രാഷ്ട്രീയക്കാരോട് നിങ്ങൾ ചോദിക്കണം, ആ കൈ ഒന്ന് ഉയർത്തിയിട്ട് ഈ കൈകൾ ശുദ്ധമാണ് എന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കും. നിങ്ങൾ കട്ടിട്ടില്ല എന്ന് ചോദിക്കാൻ എന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്ക്. നിങ്ങൾ ഭരണമേൽപ്പിച്ചാൽ നിങ്ങൾ കക്കില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്ക്. സാധിക്കില്ല, ഒരുത്തനും സാധിക്കില്ല. ജനിച്ച അന്ന് മുതല് ഈ നാടിനെ കട്ടുമുടിച്ച് നിങ്ങളുടെയൊക്കെ രക്തം കൊണ്ട് ജീവിക്കുന്നവരാണ് അവര്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ കൈ ഉയർത്തി ഇത് സത്യത്തിന്റെയും നീതിയുടെയും കൈയാണെന്ന് പറയാൻ തന്റെ ഇടമുള്ള ഒരേ ഒരു കൈയുള്ളൂ, 2020 കൈ. ഞങ്ങൾ കട്ടിട്ടില്ല, കക്കില്ല എന്ന് പറയാൻ ധൈര്യമുള്ള തന്റെ ഇടമുള്ള ഒരേ ഒരു പാർട്ടിയേ ഉള്ളൂ, 2020. അപ്പോ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നിമിഷം നിങ്ങൾ അകത്തേക്ക് പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും ഈ കമ്മിങ് കൊങ്ങി അവിടെ ഉണ്ടാവില്ല. ഇവിടെ ഐക്യനാട് പഞ്ചായത്തിൽ നമുക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു സ്ട്രീറ്റ് ലൈറ്റ് ചലഞ്ച് നമ്മൾ കിഴക്കമ്പലത്ത് ഈ കുന്നത്തുനാട് നിയോജകമണ്ഡലത്തിൽ നടത്തി. അതിനോടനുബന്ധിച്ചാണ് നമ്മുടെ ദീപു എന്ന ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെട്ടത്. ഇപ്പോൾ ഫേസ്ബുക്കിൽ കൂടി ഒരു പോസ്റ്റ് വരുന്നുണ്ട്. അവർ ഐക്യനാട് പഞ്ചായത്തിൽ പോയിട്ട് വിവരാവകാശം വെച്ചിട്ട് ചോദിച്ചു,
എത്ര സ്ട്രീറ്റ് ലൈറ്റുകൾ ഇട്ടിട്ടുണ്ട്? ഏതെങ്കിലും CSR ഫണ്ടുകൾ ഏതെങ്കിലും സംഘടനകളോ വ്യക്തികളോ തന്നിട്ടുണ്ടോ എന്ന്? ഇല്ല എന്ന് ഉത്തരം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്, ഈ വിവരാവകാശത്തിൻ്റെ കോപ്പി. ആ ഇതിൽ എഴുതിയിരിക്കുകയാണ്, സ്ട്രീറ്റ് ലൈറ്റ് ചലഞ്ചിൽ കൂടി 71,32,271 രൂപ 2020 പിരിച്ചു. 2,841 ലൈറ്റുകൾക്കുള്ള ഫണ്ട്. അവിടെയും അവർക്ക് തെറ്റുപറ്റി. അതുപോലും വായിച്ച് മനസ്സിലാക്കാൻ ഈ കഴുതകൾക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ പിരിവ് തുടങ്ങി അന്ന് മുതൽ എല്ലാ ദിവസവും ഇത് പബ്ലിഷ് ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. ആര് തന്നു, എത്ര രൂപ തന്നു, ഫേസ്ബുക്കിൽ ഓരോ ദിവസവും അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടായിരുന്നത്. അവർക്കൊക്കെ റെസിപ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവർ പറയുന്ന തുകയല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത്, അതുപോലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ അവസാനത്തെ പേജിൽ ഫേസ്ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം 71 ലക്ഷമല്ല, 76,92,972 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഇവർ പറയുന്നത് 2,841 ലൈറ്റുകൾക്കാണ് കിട്ടിയത്. അതല്ല, 3,077. അപ്പം നിങ്ങളുടെ ഫേസ്ബുക്ക് ഒന്ന് തിരുത്ത് നിങ്ങൾ പോയിട്ട്, അതാണ് ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് പറയുകയാണ് ഈ കാശ് സാബു ജേക്കബ് അടിച്ചു മാറ്റിയെന്ന്. നിങ്ങളെല്ലാവരും വിശ്വസിച്ചില്ലേ? സാബു ജേക്കബ് അതിനുശേഷം ബിരിയാണിയും ഇതൊക്കെ കഴിച്ച് ജീവിക്കാൻ തുടങ്ങിയത്. നാണമാവില്ല ഇവർക്ക്. ഇവര് ഈ മഞ്ഞപ്പിത്തമുള്ളവരൊക്കെ എല്ലാം മഞ്ഞയായിട്ട് തോന്നുക. ഈ കട്ടും മോഷിച്ചും പിടിച്ചു പറിച്ചും പേടിപ്പിച്ചും ബക്കറ്റ് പിരിവ് നടത്തിയും തെണ്ടിയും പിരിവ് നടത്തിയിട്ട് അങ്ങനെ ജീവിച്ചവർക്ക് അതേ തോന്നുന്നു. ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റിലെ എല്ലാ നേതാക്കന്മാരും, പഴയ ജില്ലാ നേതാവ് CN മോഹൻ, ഇപ്പോഴത്തെ മന്ത്രി രാജീവ് തുടങ്ങി എല്ലാ നേതാക്കന്മാരും നമ്മുടെ അടുത്ത് വന്ന് തലയിൽ മുണ്ടു കൊടുത്തോണ്ട് പൈസ മേടിച്ചുകൊണ്ടുണ്ട്. ഒരു റെസിപ്റ്റും തന്നിട്ടില്ല അവര്. അത് പാട്ടിയിട്ട് പോയിട്ടുണ്ടാവില്ല, പോക്കറ്റിലിട്ടുണ്ടാവും. അതോർത്താ ഇവരുടെ അണികൾ പറയുന്നത് സാബു ജേക്കബ് കട്ടൂന്ന്. നിങ്ങൾ കേട്ടോ സ്ട്രീറ്റ് ലൈറ്റിൽ എന്താ ഉണ്ടായെന്നുള്ളത്? ഇവർ പറയുന്ന 71 ലക്ഷമല്ല പിരിവ് കിട്ടിയത്. പിരിവ് കിട്ടിയത് 76,92,972 അതിപ്പോഴും ഫേസ്ബുക്കിൽ കിടക്കുന്നുണ്ട്. ആര് തന്നു, എത്ര തന്നു എന്നുള്ളത് കൃത്യമായിട്ട് കിടക്കുന്നുണ്ട്. നമ്മുടെ 4 പഞ്ചായത്തുകളിലായിട്ട് 35,450 ലൈറ്റുകളാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതിൽ പഞ്ചായത്തിൻ്റെ പ്രോജക്റ്റായിട്ട് നടപ്പിലാക്കിയിരിക്കുന്നത് 11,185 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 24,265 ലൈറ്റുകൾ 2020 സ്ഥാപിച്ചതാണ്. ഇവർ പറയുന്ന 3,077 കാശ് എനിക്ക് കിട്ടി എന്ന് വിചാരിക്കുക, കിട്ടിയതാണത്. അപ്പോൾ 24,000-ൽ 3,000 പോയാൽ 21,000 ലൈറ്റുകൾ 2020 പാർട്ടി അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് ചെലവാക്കിയിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5,29,69,528 രൂപ കയ്യിൽ നിന്ന് ഞാൻ രാപകലില്ലാതെ അധ്വാനിച്ചതിന്റെ പണമാണ് ഈ 22,000 ലൈറ്റ് കിടക്കുന്നത്. ഇനി ഇത് കൂടാതെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരു ലൈറ്റ് കെട്ടാൽ പണ്ടൊക്കെ നമ്മുടെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം, പണ്ട് കിഴക്കമ്പലം പഞ്ചായത്തിൽ 200 ലൈറ്റാണ് കത്തുന്നുണ്ടായുള്ളൂ. ഒരാൾക്കും ഒരു പരാതി ഉണ്ടാവുന്നില്ല. 2020 കയറി ഇപ്പോൾ 11,000 ചില ലൈറ്റുണ്ട്. ആ ലൈറ്റിൽ ഒരെണ്ണം കെട്ടാൽ ആ കമ്മിറ്റിയിൽ എന്താ പ്രശ്നമെന്ന് അറിയാമോ? ആ ഒരു ലൈറ്റ് കെട്ടാൽ മതി, ഉറക്കം വരില്ല പിന്നെ ആ കമ്മിറ്റിക്ക്, ആ പ്രദേശത്തുള്ളവർക്ക്. അപ്പോൾ 200 ലൈറ്റ് നടന്നപ്പോൾ ഒരു പ്രശ്നവുമില്ല, എല്ലാ ലൈറ്റും കത്താൻ തുടങ്ങി. അപ്പോൾ എന്താണ്, 2 വണ്ടി നിങ്ങൾ കണ്ടില്ലേ ക്രെയിനൊക്കെ വെച്ചിട്ട് പോകുന്നത്. ഒരു ലൈറ്റിൽ കയറി ആ ലൈറ്റ് മാറുന്നതിന് 300 രൂപ അവന് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു പോസ്റ്റിൽ കയറുമ്പോൾ 300 രൂപയായി. നിങ്ങൾ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ലൈറ്റുകൾ കെടാതെ ഇതുവരെ സൂക്ഷിക്കുന്നതിൻ്റെ കാരണം? ഈ 2 വണ്ടികൾ കൂടാതെ 4 കോൺട്രാക്ടർമാരെ നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എല്ലാ പഞ്ചായത്തുകളും ഓടാൻ വേണ്ടിയിട്ട്. അതിനു വേണ്ടിയിട്ട് മാത്രം ഈ 5 വർഷം കൊണ്ട് 6,86,00,000 രൂപ നമ്മൾ ചിലവ് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 76 ലക്ഷം രൂപ പിരിവ് കിട്ടിയ സ്ഥലത്ത് 12,14,00,000 രൂപയാണ്
2020 പ്രസ്ഥാനം സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടിയിട്ട് ചെലവാക്കിയിരിക്കുന്നത്. കമ്മികളായി നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി സംശയം ഉണ്ടെങ്കിൽ വീട്ടിയിട്ട് പോകാൻ ഞാൻ പറഞ്ഞു തരാം കണക്ക്. നിങ്ങളൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഈ തവണ ഓണം സംബന്ധിച്ച് ഞാൻ പല വാർഡുകൾക്കും ഓണാഘോഷം നടത്താനായിട്ട് പെർമിഷൻ കൊടുത്തു. അങ്ങനെ വെലങ്ങ് വാർഡ്, കിഴക്കമ്പലത്തുള്ള വെലങ്ങ് വാർഡിൽ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ആളുകളൊക്കെ കൂടി പിരിച്ച് അത് നടത്തിക്കൊള്ളാം, പാർട്ടി 50,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. ഇവരെല്ലാവരും കൂടി പോയി പിരിച്ചു കഴിഞ്ഞപ്പോൾ 71,500 രൂപ കിട്ടി. ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങൾ. ആ വാർഡിൽ അവർ പിരിച്ചു 71,500 രൂപ കിട്ടി. 50,000 രൂപ പാർട്ടി കൊടുത്തു. അപ്പോൾ ഏതാണ്ട് 1,21,000 രൂപയായി. ഇവർക്ക് ചിലവായത് ഏതാണ്ട് 94,000 രൂപയായുള്ളൂ ചിലവായത്. അപ്പോൾ ഓണാഘോഷം നടത്തി, എല്ലാവരെയും വിളിച്ചു, ഓണാഘോഷം ഭക്ഷണം കൊടുത്തു. മിച്ചം ഏതാണ്ട് 27,281 രൂപ വന്നു. അതായത് 71,000 രൂപ ജനങ്ങളിൽ നിന്ന് പിരിച്ചു കഴിഞ്ഞപ്പോൾ മിച്ചമായിട്ട് 27,281 രൂപ വന്നു. അവർ ചോദിച്ചു എന്താണ് ചെയ്യേണ്ടത്? ഒരു സംശയമില്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ ആരിൽ നിന്ന് പിരിച്ചോ അത് തുല്യമായിട്ട് വീതിച്ച് തിരിച്ചു കൊണ്ടുപോയി ഏൽപ്പിക്കുക. അങ്ങനെ 27,281 രൂപ പിരിവ് തന്ന ആളുകൾക്ക്, അതായത് ശരാശരി 39.18% വെച്ചിട്ട് എല്ലാ ആളുകൾക്കും തിരിച്ചു കൊടുത്തു. ലോകത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അതാടാ ഈ പാർട്ടി. കമ്മ്യൂണിസ്റ്റുകാരെ മനസ്സിലാക്കുക നിങ്ങൾ. ജനങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്നവരല്ല നിങ്ങൾ, ആരെയും പറ്റിക്കുന്നവരല്ല ഞങ്ങൾ. അത് നിങ്ങൾക്ക് കുടുംബസിദ്ധമായിട്ട് പണിയെടുക്കാത്തവർക്ക്, ആളുകളെ പറ്റിച്ച് ജീവിക്കുന്നവർക്ക് സാധിക്കൂ. നിങ്ങൾക്ക് രാത്രിയും പകലും ഉറങ്ങുമ്പോഴും ആരെയാണ് നാളെ പറ്റിക്കേണ്ടത്, എങ്ങനെയാണ് അടിച്ചു മാറ്റേണ്ടത്, ഈ വിചാരം മാത്രം ഉള്ളത് കൊണ്ടാണ് നിങ്ങളെല്ലാവരും സംശയിക്കുന്നത്. അതുകൊണ്ട് എന്നെ സംശയം, നിങ്ങൾ ഉണ്ടാക്കിയവരെ തന്നെ നിങ്ങൾ സംശയിക്കുക. പിന്നെ എങ്ങനെയാ എന്നെ സംശയിക്കാതിരിക്കുന്നത്? അപ്പം അതുകൊണ്ട് എനിക്കിതിൽ ദുഃഖമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയോളൂ. ഈ 2015 മുമ്പ് ഞാൻ ഇതുപോലെ പൊതു സദസ്സിന് വരുന്നതിന് മുമ്പ് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും ഏറ്റവും വലിയ ആയുധം എന്നെ ചീത്ത വിളിക്കുക എന്നുള്ളതായിരുന്നു. അവിടെ കൂടുതൽ ചീത്ത വിളിക്കുന്ന ആളുകളായിരുന്നു ആ പഞ്ചായത്തിൽ അധികാരത്തിൽ കയറിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവർ മാത്രം പറയും, ജനങ്ങൾ വിശ്വസിക്കും. അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല അവസ്ഥ. ഇന്ന് 2 വയസ്സായുള്ള കൊച്ചുകുട്ടികൾ മുതൽ ഈ കുന്നത്ത് നാടിലെ ജനങ്ങൾക്ക് എന്നെ അറിയാം, സാബു ജേക്കബ് ആരാണെന്ന് അറിയാം. അതുകൊണ്ട് നിങ്ങളുടെ ഈ പരിപാടി ഒന്നും ഇവിടെ വില പോവില്ല മക്കളെ. കോൺഗ്രസ്സുകാര് ഈ അടുത്ത ഇടയ്ക്ക് പിരിവ് നടത്തി കിഴക്കമ്പലത്ത് എന്ന് പറഞ്ഞാൽ കിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പിരിവ് നടത്തി, ബക്കറ്റുമായിട്ട് നടന്നു, പലരും ഭീഷണിപ്പെടുത്തി. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ബിനു ഒരു വ്യവസായം, ചെറിയ വ്യവസായം നടത്തുന്ന പുള്ളിനെ ഭീഷണിപ്പെടുത്തി. പുള്ളി വന്നിട്ട് പറയാണ്, ബിനു ഇവിടെ യൂണിയനൊന്നും ഇല്ലല്ലോ. ഇല്ല. നിങ്ങൾ 8-10 ജോലിക്കാരൊക്കെ ഉണ്ടല്ലോ. ഉണ്ട്. അപ്പേ പാർട്ടിയിട്ട് കുറച്ച് സംഭാവന ആയിരുന്നു. പുള്ളി ആകെ പേടിച്ചു പറിച്ചു. കാര്യം നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലൊക്കെ ഉള്ളതാണ്. അവസാനം പുള്ളി ഒരു 5,000 രൂപ എടുത്ത് തന്നു. 10,000 രൂപ കൊടുത്തു. അവസാനം 15,000 രൂപയിൽ ഒതുക്കി തീർത്തിട്ടാ കൊച്ചു കള്ളൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളന്ന് ആലോചിച്ച് നോക്കി, ഇവരൊക്കെ എത്ര ഭീകരമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. 2020 ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ, അതായത് നിയോജക മണ്ഡലം കമ്മിറ്റി മെമ്പർ വരെ ഭീഷണിപ്പെടുത്തി 15,000 രൂപ മേടിച്ചെങ്കിൽ അവിടെയുള്ള ചെറുകിട കച്ചവടക്കാരൻ മുതൽ ചെറുകിട വ്യവസായികൾ മുതൽ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ പിരിച്ചത് എത്രയാണെന്നറിയോ? 46 ലക്ഷം രൂപ അവർ പിരിച്ചിട്ട് ഉമ്മനെ കൊണ്ടുവന്നു, ജൂനിയർ ഉമ്മനെ ആ ചന്തയിലിട്ടിട്ട്. അപ്പോൾ എല്ലാവരും വിചാരിച്ചു, ഓ ഇത് ഭയങ്കര കിറ്റ് വിതരണമായിരിക്കുമല്ലോ, ഇവിടെ ജനപ്രളയമായിരിക്കുന്നോ. കുറേ ആളുകൾ വന്നു. അവസാനം നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ഒരു ഈ കുട്ടി വണ്ടി ഉണ്ടല്ലോ, എന്നാ അതിന് പറയുന്നത്, ആപ്പയുടെ ഒരു വണ്ടിയിൽ കുറേ കിറ്റുമായിട്ട് വരിക. അതിൽ പകുതിയും കാലിയാ.
അങ്ങനെ അവസാനം ഒരു 200 കിറ്റ് എല്ലാം കൂടി ഉണ്ട്. ഇവരെന്ത് ചെയ്തു? 46 ലക്ഷം രൂപ പിരിച്ചിട്ട് അവിടെയുള്ളൊരു വ്യവസായിനെ കണ്ട് കിറ്റ് മുഴുവൻ സ്പോൺസർ ചെയ്യിച്ചു. അപ്പോൾ എന്നിട്ട് അയാളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് എല്ലാ കടക്കാരുടെയും അടുത്ത് പോയിട്ട് ഓരോ ഐറ്റം സ്പോൺസർ ചെയ്യിച്ചു. എങ്ങനെയുണ്ട് പരിപാടി? അപ്പോൾ ഈ ബിസിനസ്സുകാരൻ കൊടുത്ത കാശും സ്വാഹ, 46 ലക്ഷം രൂപയും സ്വാഹ. ഇതാണ് ഇവരുടെയൊക്കെ പിരിവും ഇവരുടെയൊക്കെ ജീവിത രീതി. ഇപ്പോൾ ഈ ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ ഞാൻ കട്ടു എന്ന് പറയണ്ടല്ലോ. ഇതിനെപ്പറ്റി പോലീസ് അന്വേഷണം നടത്തിച്ച അവർ വന്ന് അന്വേഷിച്ചതാണ്. ഇത് കൂടാതെ 5 വർഷം കൊണ്ട് ഈ 2020 ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ 80 പ്രാവശ്യമാണ് വിജിലൻസ് വന്നത്. ഇനിയും വന്നോട്ടെ, അന്വേഷിക്കട്ടെ. എന്നോട് പലപ്പോഴും പ്രസിഡന്റ്മാർ വിളിക്കും, സാർ ഇവിടെ വിജിലൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പരിശോധിച്ചോട്ടെ, അങ്ങനെ പലതവണ പറയും. അപ്പോൾ അവസാനമായപ്പോൾ ഞാൻ പറഞ്ഞ്, നിങ്ങൾ അവർക്ക് അവിടെ ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. ഒരു വിജിലൻസ് ഓഫീസ് തുറക്കാനായിട്ടുള്ള ഒരു സൗകര്യം എല്ലാ പഞ്ചായത്തിലും ഉണ്ടാക്കി കൊടുക്കുക. അവരവിടെ ഇരുന്ന് പരിശോധിക്കട്ടെ. എന്നിട്ട് പോയിട്ട് റോഡ് കുഴിക്കും, തോട് കുഴിക്കും. ഒന്നും കിട്ടിയില്ല അതുവരെ. ഇതുപോലെ പരിശോധന പുത്തൻകുരിശ് പഞ്ചായത്തിലോ ഇവർ ഭരിക്കുന്ന തിരുവാണിയൂരോ നടത്തി നോക്കട്ടെ. അവിടെയുള്ള മെമ്പർമാരെല്ലാം ഇന്ന് അകത്താവും. ഇനി ഇതൊക്കെയാണെങ്കിലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ശ്രീനിജനെ എപ്പോഴും കുറ്റം പറയും. ശ്രീനിജന് എന്നോട് ഭയങ്കര സ്നേഹ. നിങ്ങൾ ചിരിക്കേണ്ട, ഞാൻ കാര്യമാണ് പറയുന്നത്. കാരണം പുള്ളി കോൺഗ്രസിൽ നിന്ന് വിട്ട് കമ്മ്യൂണിസ്റ്റിൽ പോയിട്ട് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു സീറ്റ് തരില്ല, നിന്റെ ബാക്ക്ഗ്രൗണ്ട് അത്ര ശരിയല്ല എന്ന് പറഞ്ഞു. കാരണം അവർ തന്നെ എഴുതിയതാണ് ദേശാഭിമാനിയിൽ. അപ്പോൾ പുള്ളിക്കൊരു ആശയക്കുഴപ്പമായി, സീറ്റ് കിട്ടുമോ കിട്ടൂലയോ. അങ്ങനെ ഒരു ദിവസം പുള്ളി എന്നെ കാണാൻ വരിക. കാണാൻ വന്ന എന്തിനാണെന്നറിയോ? 2020 സ്ഥാനാർത്ഥി നിൽക്കുന്നുണ്ടെങ്കിൽ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ചിരിക്കേണ്ട കാര്യം ഞാൻ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. പിന്നെ പുള്ളിയുടെ കയ്യിലിരിപ്പൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ വളരെ സന്തോഷപൂർവ്വം അതങ്ങോട്ട് ഒഴിവാക്കിയതാണ്. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഒരു ദിവസം എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലുള്ള മാവിൻ്റെ ചോട്ടിൽ ഒരു പുള്ളി വന്ന് നിൽക്കുന്നു. വലിയൊരു കാറും കിടപ്പുണ്ട്. നോക്കിയപ്പോൾ ഈ മൂപ്പലാനാണ്. അപ്പോൾ പുള്ളി എൻ്റെ അനുഗ്രഹം മേടിക്കാൻ വന്നതാണ്. LDFൻ്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവണം എന്ന് പറഞ്ഞു വന്നതാണ്. അപ്പോൾ ഞാൻ ഒരാൾ അനുഗ്രഹം ചോദിച്ചു വന്നു കഴിഞ്ഞാൽ അതിനെന്താ എന്നൊക്കെ പറഞ്ഞു. എന്നാലും ഒടുക്കത്തെ ആവട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടത്. അപ്പോൾ അത് കഴിഞ്ഞ് പുള്ളി നിങ്ങൾ നോക്ക്, അവിടെ മത്സരിച്ചു, ജയിച്ചു കഴിഞ്ഞപ്പോഴാണ് നന്ദി എന്നോട് കാണിച്ചു എന്നുള്ളതാണ്. കാരണം അന്ന് വരെ എൻ്റെ ഫാക്ടറിയെ പറ്റി എല്ലാവരും പറഞ്ഞാൽ ഇവിടെ മുഴുവൻ മാലിന്യമാണ്, ഇത് നിയമവിരുദ്ധമായിട്ടാണ് മുഴുവൻ നടക്കുന്നത്, എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് നടത്തുന്നത്. അപ്പോൾ പുള്ളി എന്നെ വിളിച്ചു, സാബു അങ്ങനെ ഒരു ചീത്ത പേരുണ്ട്, എന്താ ചെയ്യേണ്ടത്? എൻ്റെ കയ്യിലൊരു പരിപാടിയുണ്ട്, ഞാൻ ചെയ്തോട്ടെ? നമ്മൾ തട്ടിക്കോളാൻ പറഞ്ഞു. പിറ്റേ ദിവസം റെയ്ഡിന് വരികയാണ്. എല്ലാവരും റെയ്ഡ് ചെയ്യാം. ഓടി നടക്കുന്ന ഒരു 40 വണ്ടി വന്ന് കയറി ഇറങ്ങി പരിശോധിക്കുന്നു. അപ്പോൾ വീണ്ടും ഒന്നും കിട്ടിയില്ല. വീട്ടിൽ 2 ദിവസം കഴിഞ്ഞ് പോകുന്ന അങ്ങനെ 12 പ്രാവശ്യം ഒരു മാസത്തിനുള്ളിൽ കയറി. അവസാനം എന്താണ്? എല്ലാവരും കൂടി പറഞ്ഞു, കിറ്റക്സില് യാതൊരു മാലിന്യവുമില്ല, ഒരു നിയമവും ലംഘിക്കുന്നില്ല എന്ന് പറഞ്ഞ് എനിക്ക് ക്ലീൻ സർട്ടിഫിക്കറ്റ് തന്നു. സ്നേഹമില്ലാന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ ആരോട് കടപ്പെട്ടിരിക്കുന്നു? നമ്മൾ ശ്രീനിജനോട് കടപ്പെട്ടിരിക്കുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, നമ്മൾ ശ്രീനിജനോട് കടപ്പെട്ടിരിക്കുന്നു. കാരണം നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ കളങ്കം നിലനിർത്തിയത് പുള്ളിയാണ്, എൻ്റെ സ്ഥാപനത്തിൻ്റെ കളങ്കം നിലനിർത്തിയതാണ്. അപ്പം നിങ്ങളിത് വിശ്വസിക്കില്ലായിരിക്കും, അത് സത്യമാണത്. ഇനി ഇത് നോക്ക്, നിങ്ങളിത് വിശ്വസിച്ചില്ലെങ്കിൽ പോട്ടെ. ഇപ്പം നാള് നിങ്ങൾക്കറിയാം US ടാരിഫ് ഏർപ്പെടുത്തി, എൻ്റെ പരിപാടി തീർന്നു, ഭയങ്കര ഡ്യൂട്ടി, എല്ലാം അവിടെ കെട്ടിക്കിടക്കുക, ഒരു സാധനവും പോകുന്നില്ല. ഒരു മനുഷ്യൻ നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ച് വന്നോ സാറേ എങ്ങനെയാ ജീവിക്കണമെന്ന് ചോദിച്ച്? ഈ മനുഷ്യൻ മാത്രമേ വന്നുള്ളൂ. ഒരു സഞ്ചി എടുത്ത് വന്നേക്കാണ് അവിടെ വന്നിട്ട്
എന്തിനാണെന്നറിയോ? സാധനം മേടിച്ചതിനെ സഹായിക്കാൻ. എന്നിട്ട് ഇവരുടെ സഖാക്കൾ പറയുന്ന എന്താണ്? ജെട്ടി സാബു എന്ന്. ആ ജെട്ടി 7 മേടിച്ചോണ്ടാ പുള്ളി പോയേ. 7 ജെട്ടി. അപ്പൊ അവിടുത്തെ ആള് ചോദിച്ചു, എന്താ 7 ജെട്ടി? 7 ദിവസം മാറി ഇടാൻ. ഇപ്പൊ MLA മേടിച്ചു, നേതാവ് മേടിച്ചല്ലോ ജെട്ടി. ഈ കമ്മികൾക്കൊക്കെ കാരണം വേറെ ഏതെങ്കിലും ജെട്ടി മേടിച്ചാൽ ചൊറിച്ചില്ല. അതുകൊണ്ട് ഇവർക്കത് മേടിക്കുന്നതുകൊണ്ട് എന്നാൽ അത് കിട്ടണമില്ല. അപ്പൊ ഒടുക്കത്തെ ആയിട്ട് ട്രംപിന് ആ ബുദ്ധി തോന്നിയോണ്ട് ഇപ്പൊ എല്ലാ സഖാക്കളും സാബു ജേക്കബിന്റെ ജെട്ടിയായി ഇടുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്ക്, കൈ വീശി വരുന്നത്. മറ്റെങ്ങനെയാ ഒരു കൈ വേറെ എവിടെയെങ്കിലും അടിക്കും. ശരിയല്ലേ? അപ്പോ നമ്മൾ ശ്രീനിജിനോട് കടപ്പെട്ടിരിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞേ, നമ്മൾ ശ്രീനിജിനോട് കടപ്പെട്ടിരിക്കുന്നു. ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾ വിശ്വസിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആരും വിശ്വസിക്കില്ല, അതാ പ്രശ്നം. ഞാൻ സത്യം വിളിച്ചു പറയുമ്പോൾ ആരും വിശ്വസിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇനി സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പുള്ളി അവിടെ ഏതെങ്കിലും പരിപാടിക്ക് വരുമ്പോൾ നോക്ക്. അത് ഓരോ ദിവസവും നോക്കി അറിയാം, ഓരോ കളറായിരിക്കും. പിന്നെ പുള്ളി വേറെ കാര്യം പറഞ്ഞു, സാബു നിങ്ങളെ പറ്റിയുള്ള ഒരു ആക്ഷേപം എന്താണ്? നിങ്ങൾ ഈ റോഡുകൾ മുഴുവൻ ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിയിട്ടും നിങ്ങളുടെ സ്ഥാപനത്തിയിട്ടുമാണ്. അതുകൊണ്ട് നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ പോണ PWD റോഡുണ്ടല്ലോ, കിഴക്കമ്പലം പോനാശ്ശേരി റോഡ്, അത് ഞാൻ ടാർ ചെയ്യാതെ അങ്ങോട്ട് ഇട്ടേക്കാം. അപ്പോൾ ജനങ്ങളെ പറ്റിക്കാമല്ലോ നമുക്ക്. അതുകൊണ്ട് ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ റോഡ് ടാർ ചെയ്യില്ല. കാരണം എന്താ? ഞങ്ങൾ മുമ്പിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. എന്നെ സഹായിക്കാൻ വേണ്ടി ചെയ്തേക്കണേ പുള്ളി. ആ റോഡ് ടാർ ചെയ്യാതിട്ടേക്കണം, എന്നെ സഹായിക്കാൻ വേണ്ടിയാ. പിന്നെ ആർക്കും പറയാൻ പറ്റുമോ? ഞാൻ എൻ്റെ വീട്ടിലാണ് റോഡുകളൊക്കെ ടാർ ചെയ്തേക്കണം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കമ്മികൾക്ക് പറയാൻ പറ്റുമോ? കൊങ്ങികൾക്ക് പറയാൻ പറ്റുമോ? കാരണം ആ റോഡ് ടാർ ചെയ്തിട്ടില്ല, പുള്ളി എന്നെ സഹായിച്ചില്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ ശ്രീനിജനോട് കടപ്പെട്ടിരിക്കുന്നു. ഇനി ബാക്കിയുള്ള കാര്യം ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൺട്രോൾ പോകും. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം പറയുന്നില്ല. ഇപ്പൊ അടുത്ത ഇടയ്ക്ക് നിങ്ങൾ കണ്ടോന്നറിയില്ല, ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. 2000 കോടി ശ്രീനിജൻ 2000 കോടി ക്ലബിലേക്ക്. നിങ്ങൾ കണ്ടോ? ശ്രീനിജൻ 2000 കോടി ക്ലബിലേക്ക്. ഇതിനു മുമ്പ് ഏതോ ഒരു പ്രസംഗത്തിൽ എനിക്ക് തോന്നുന്നു ജില്ലാ നേതാക്കന്മാർ വന്നപ്പോഴാന്ന് തോന്നുന്നു, കമ്മ്യൂണിസ്റ്റുകാര് അവിടെ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വികസനം നടത്തിയ ഒരു MLA ആണ് ശ്രീനിജൻ. 2000 കോടി രൂപയാണ് വികസനം നടത്തിയത് എന്ന്. എനിക്ക് ആകെ വിഷമായി, കാരണം എൻ്റെ സുഹൃത്തല്ലേ. അപ്പൊ എൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ 2000 കോടി രൂപ പുള്ളി വികസനം നടത്തിയിട്ട് വേറെ ആരോ അത് അടിച്ചു മാറ്റിക്കൊണ്ടുപോയെന്ന് എൻ്റെ വിചാരം, പുള്ളിനെ പറ്റിച്ചുകൊണ്ട്. കാരണം 2000 കോടി രൂപയുടെ വികസനം നടത്തി എന്ന് പറഞ്ഞിട്ട് ഈ ഇരിക്കുന്ന നിങ്ങളോ ഞാനോ നോക്കിയിട്ട് 2 രൂപയുടെ വികസനം പോലും കുന്നത്താടി കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? പുള്ളി അടുത്ത വികസനം വല്ലതും കണ്ടിട്ടുണ്ടോ? അപ്പൊ എനിക്ക് വിഷമായത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു സുഹൃത്തിനെ മാനക്കേടുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ഈ 2000 പുള്ളിയെ ഇവിടുത്തെ സഖാക്കള് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞ് പറ്റിച്ച് അടിച്ച് മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ടാവും എന്നുള്ളതാണ്. പിന്നെ ഈ പോസ്റ്റ് ഇന്നലെ കണ്ടപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ആ പോസ്റ്റില് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ശ്രീനിജൻ 2000 കോടി ക്ലബിലേക്ക്. പോസ്റ്റില്ലേ നോക്ക്, ഞാൻ പറഞ്ഞത് ശരിയാണോ നോക്ക്. 2000 കോടി ക്ലബിലേക്ക് കുന്നത്തുനാട് റെക്കോർഡ് വികസനവുമായിട്ട്
ഇപ്പോഴാണ് എനിക്കിത് കണ്ടപ്പോഴാണ് ഒരു സമാധാനമായത്. കാരണം എന്താണെന്നറിയോ, ഞാൻ ഇതുവരെ ഇത് ആരോ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിരുന്നായിരുന്നേ. ഇപ്പോഴാ പിടി കിട്ടിയത്. ഇത് കുന്നത്ത് നാട്ടിലേക്കല്ല വന്ന ക്ലബിലേക്കാ പോയെന്ന് മനസ്സിലായത്. ഈ ക്ലബിൽ ആരാ ഉള്ളതെന്നറിയോ? പുള്ളിയുടെ അമ്മായിയമ്മ, പുള്ളിയുടെ അമ്മായിയപ്പൻ, പുള്ളിയുടെ ഭാര്യ. ആ ക്ലബിലേക്ക് 2000 കോടി പോയത്. അതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത്. അപ്പോഴാണ് നമുക്ക് ആശ്വാസമായത്. അപ്പോൾ ശ്രീധരനോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ഇനി പ്രിയപ്പെട്ടവരെ, സമയം വൈകി, ഒരുപാട് കാര്യം പറയാനുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഞാൻ ആലോചിക്കുക, ഇല്ലേ, ചാർലി പോള് പറയണ്ടായിരുന്നു, നമ്മുടെ കുന്നത്തനാടില് നിതാമോള് എൻ്റെ ബാങ്ക് അക്കൗണ്ട് നോക്കിയപ്പോൾ 10 കിലോ സ്വർണ്ണാട്ടെ കണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളി അന്ന് മുതൽ ഇങ്ങനെ സ്വപ്നം കാണുക, പാർലമെൻറ്റിട്ട് എന്തിനാ മത്സരിക്കണേ, ഒരു പഞ്ചായത്തിട്ട് മത്സരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ആവണല്ലേ നല്ലതെന്ന്. എന്നോട് പലപ്പോഴും പറയേ, എനിക്കൊരു ചാൻസ് പുള്ളിയുടെ പഞ്ചായത്ത് നീലേശ്വരത്ത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റായാൽ 10 കിലോ സ്വർണ്ണം ഉണ്ടാക്കാമെങ്കിൽ പിന്നെ എന്താ പ്രശ്നമുള്ളത് എന്ന് പറഞ്ഞ് ആഗ്രഹം കുറവ്. ഞാൻ ഈ അടുത്തിടെ ഈ പേപ്പറൊക്കെ കാണുമ്പോൾ ആലോചിക്കുക, ഇതിപ്പോ അയ്യപ്പൻ്റെ എല്ലാ സാധനവും അടിച്ചുകൊണ്ട് പോയി ആളുകൾ. അവിടെ ഇപ്പോൾ വാതിൽപ്പാളി കാണുന്നില്ല എന്നാ പറഞ്ഞു. സ്വർണ്ണം ഉണ്ടായിരുന്ന അപ്പുറത്തും ഇപ്പുറത്തും കാവലിരുന്നവർ 2 പേര് കൊണ്ടുപോയി. തങ്കത്തിൽ പൊതിഞ്ഞത് ഇപ്പോൾ പിച്ചളയോ ചെമ്പോ ഒക്കെയാണെന്നാ പറയണത്. ഇപ്പോൾ പറയുന്നത് വാതിൽ കാണാനില്ല. ഞാൻ ആലോചിക്കണേ അതല്ല, ഇതിപ്പോ സ്വാമി അയ്യപ്പനകത്തുണ്ടെന്ന് എന്താ ഉറപ്പ്? അതും അടിച്ചു മാറ്റിയിട്ടുണ്ടാവും. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഉറപ്പിച്ചോ, ഇനി ഒരു 5 വർഷം കൂടി നമ്മൾ LDFന് ഒരവസരം കൂടി കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ശബരിമലയിലെ അതിൻ്റെ ഗോപുരം വരെ ഇളക്കി ഇവർ വിൽക്കും. ആദ്യം ഇവർ സ്വർണ്ണക്കടത്ത് നടത്തി. ഇപ്പോൾ അമ്പലങ്ങളിലും പള്ളികളും ശ്രീപത്മനാഭ ക്ഷേത്രത്തിൽ ഇപ്പോൾ സ്വർണ്ണം തോരോട് നടന്നു നോക്കിയാൽ അറിയാം. നിങ്ങളെല്ലാവരും ഓർത്തോളൂ, ഈ നാടിനെ കട്ടുമുടിച്ച് കൊള്ളയടിച്ച്, മനുഷ്യരെ കൊള്ളയടിച്ചു, നാടിനെ കൊള്ളയടിച്ചു. ഇപ്പൊ പള്ളികളിൽ കയറി കൊള്ളയടിച്ചു തുടങ്ങി, അമ്പലങ്ങളിൽ കയറി കൊള്ളയടിച്ചു തുടങ്ങി. അവിടെയുള്ള ദേവന്മാരെയും എല്ലാവരെയും എടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥയിലേക്ക് നീങ്ങി. എന്തുകൊണ്ട് മനുഷ്യർ ചിന്തിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ മാതിരി നമ്മൾ സാധാരണ കാല് കൂട്ടിപ്പിടിച്ചില്ല ഈ ഓട്ടോറിക്ഷ കടത്തുകൊണ്ട് പോകുന്ന പാർട്ടി LDF. അപ്പം അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് തപ്പി നോക്കുന്നത് നല്ലതാ, എല്ലാം ഉണ്ടോ എന്നുള്ളത്. ഇവിടെ ദേശീയ നേതാക്കന്മാരാണ് സാബു ജേക്കബിനെ നേരിടാൻ വരുന്നത്. ഞാൻ അത്രയ്ക്ക് വലിയൊരാളാണോ? എനിക്ക് തന്നെ ഇപ്പോൾ ഒരു ക്രെഡിറ്റ് പോലെയാണ്. എനിക്ക് തോന്നുന്നപ്പോലെ നമ്മുടെ കിഴക്കമ്പലത്തെ ഒരു നേതാവുണ്ട്, കാരിപ്പറ ഇലിയാസ്, അവനെപ്പോഴും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണം. അപ്പം ആദ്യം വിചാരിച്ച ഒരു അസുഖം വന്ന, അതല്ല, ഈ ആളുകൾ ഇങ്ങനെ പൊക്കി കഴിയുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ പോകും. അപ്പം എനിക്കും ഇങ്ങനെ വന്നു തുടങ്ങി. ഞാനും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കാൻ തുടങ്ങി. കാരണം എനിക്കതിനെ പ്രസംഗിക്കാൻ പറഞ്ഞ ആരാന്നറിയാം, ജില്ലാ നേതാവ്, എറണാകുളം ജില്ലാ നേതാവ് സ്ഥാനം കൊടുത്തിട്ട് ആദ്യം പറഞ്ഞത് 2020 ഞാൻ ശരിയാക്കുമെന്നാണ് പറഞ്ഞത്. സാബു ജേക്കബിന് ശരിയാക്കുമെന്ന്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, അയാൾ കയറി ഇരുന്നില്ല, ഇരിക്കുന്നതിന് മുമ്പ് എന്നെ പറ്റിയാ പറഞ്ഞേ. എന്തൊരു പേടിയും ബഹുമാനമാണെന്ന് ആലോചിച്ച് നോക്കി. പുള്ളി ഏതാണ്ട് 4 പ്രാവശ്യം കിഴക്കമ്പലത്ത് വന്നു. കമ്മ്യൂണിസ്റ്റുകാരോ ഉമ്മനെ കൊണ്ടുവരുന്നു, തൊമ്മനെ കൊണ്ടുവരുന്നു, ഒമ്മനെയും തൊമ്മനെയും കൂടി ഒന്നിച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ ദേശീയ നേതാക്കൾ വരുന്നു, സംസ്ഥാന നേതാക്കന്മാർ വരുന്നു. ഇവർക്കൊക്കെ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ വന്നാൽ പറയാൻ എന്താ ഉള്ളത്? കോൺഗ്രസ്സുകാരെ പറ്റി ഒരക്ഷരം പറയാനില്ല, BJPനെ പറ്റി ഒരക്ഷരം പറയാനില്ല, കേന്ദ്ര ഗവൺമെന്റിനെ പറ്റി ഒന്നും പറയാനില്ല. ഇനി കോൺഗ്രസ്സുകാർ വന്നാലോ സംസ്ഥാനം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി ഒന്നും പറയാനില്ല, കേന്ദ്രം ഭരിക്കുന്ന BJPനെ പറ്റി ഒന്നും പറയാനില്ല. ഇവര് 3 മണിക്കൂർ പ്രസംഗമുണ്ടെങ്കിൽ ഒരു 300 പ്രാവശ്യം 2020 സാബു ജേക്കബ്, 2020 സാബു ജേക്കബ്. ഇപ്പൊ എന്താ പ്രശ്നം എന്താണെന്നറിയോ? ഈ അടുത്ത ഇടയ്ക്ക് ഒരു നേതാവിനെ ആശുപത്രി കൊണ്ടുവന്നു.
പുള്ളി രാത്രി കിടന്ന് സാബു ജേക്കബ് 2020, സാബു ജേക്കബ് 2020 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിടിച്ചെല്ലാവരും കൂടി ആശുപത്രി കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു, ഇത് പേടി തട്ടിയിട്ട് ഉള്ളൊരു അസുഖമാണ്. നിങ്ങൾ ഏതെങ്കിലും മീറ്റിംഗ് കേട്ട് നോക്ക്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്കും എന്നോട് എന്തോ ഒരു സ്നേഹമാണെന്നറിയോ. എൻ്റെ അമ്മ പോലും ഇത്രയും പ്രാവശ്യം എന്നെ പേരെടുത്ത് വിളിച്ചിട്ടില്ല. ഇത് തന്നെ വിളിയോട് വിളി, മൈക്കെടുത്താൽ ഇത് തന്നെയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എന്തിനാ ഇവരെന്നെ ഭയക്കുന്നത്? ഇവർ ചിലടത്ത് പറയും 2020 ഒരു പീറ പാർട്ടിയാണ്. ശരിയാ, ഞാനൊരു പീറ പാർട്ടിയാണ്, നമ്മളൊക്കെ ഒരു പീറ പാർട്ടിയാണ്. ഇവരെന്തിനാ നമ്മളെ പേടിക്കുന്നത്? ഇവർ ദേശീയ പാർട്ടിയാണ്, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണെന്നൊക്കെ പറയും. പക്ഷേ സാബു ജേക്കബിന്റെ പേര് കേട്ടാ 2020 കേട്ടാ പറക്കുക. എന്തിനാ പറക്കണേ? എന്തിനാ ഇവരെന്നെ പേടിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ നേതാക്കന്മാരൊക്കെ എന്നോട് വന്ന് 2020 പറ്റി സംസാരിക്കുന്നത്? അവ അത്രമാത്രം പേടി തട്ടിയിട്ടുണ്ട് ഇവർക്ക്. ഇനി എൻ്റെ പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരെ, കോൺഗ്രസ്സുകാരെ, ഞാൻ ചോദിക്കട്ടെ, 13 വർഷമായി ഞാൻ ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട്. നിങ്ങളൊക്കെ ജനിച്ചന്ന് മുതൽ അമ്മയുടെ മുലപ്പാല് കുടിച്ച് അന്ന് മുതൽ ഇറങ്ങിയതാ ഈ നാടിനെ കട്ടുമുടിക്കാനായിട്ട്. ഞാൻ 13 വർഷമായുള്ളൂ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട്. നിങ്ങൾ ഈ നാടിനെ കട്ടുമുടിപ്പിക്കുന്ന കണ്ട് മടുത്ത് മനസ്സ് നൊന്നിട്ട് ഇവിടുത്തെ പാവപ്പെട്ടവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് വിചാരിച്ചാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്. 13 വർഷം ഞാൻ രാഷ്ട്രീയം നടത്തി. ഈ ഇരിക്കുന്ന ജനങ്ങൾക്ക് മുഴുവൻ എന്നെ അറിയാം. നിങ്ങൾ പറ, ഈ 13 വർഷത്തിനുള്ളിൽ ഞാൻ നേതൃത്വം കൊടുക്കുന്ന 2020 പ്രസ്ഥാനമോ ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം, ഞങ്ങൾ നടപ്പിലാക്കിയ ഏതെങ്കിലും ഒരു പദ്ധതി ഈ നാടിനോ ഇവിടുത്തെ ജനങ്ങൾക്കോ ഒരു ചെറിയ പ്രാണികൾക്ക് പോലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ദൂഷ്യമോ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ ഈ പരിപാടി ഇവിടെ ഉപേക്ഷിക്കാം. നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഈ 13 വർഷം ഒരു നന്മയുടെ വടവൃക്ഷമായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത്. ഈ നാടിനെ കൈപിടിച്ചുയർത്താൻ വേണ്ടിയിട്ട്, ഇവിടുത്തെ പാവപ്പെട്ടവരുടെ പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ട്, ഇവിടുത്തെ സാധാരണക്കാരുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ട്, ഇതിന് വേണ്ടിയിട്ട് മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ നുണയും കുശുമ്പുമല്ലാതെ ഞാൻ ചെയ്ത ഏതെങ്കിലും പ്രവൃത്തി ഈ നാടിന് ദൂഷ്യമുണ്ടാക്കിയിട്ടുണ്ട്, ജനങ്ങൾക്ക് ദൂഷ്യമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഞാനിത് അവസാനിപ്പിച്ച് ഈ രാജ്യം വിട്ടു പോകാൻ തയ്യാറാണ്. ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? സാധിക്കില്ല. അപ്പോ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് നേതാക്കന്മാരുടെ പാർട്ടിയല്ല. ഇത് പാവപ്പെട്ട സാധാരണക്കാരുടെ അവശത അനുഭവിക്കുന്നവരുടെ പാർട്ടിയാണ്. നിങ്ങൾ പല നേതാക്കന്മാരെയും കണ്ടിട്ടുണ്ടാവും. പിണറായിയുടെ അടുത്തേക്ക് ഒരു ഫോട്ടോ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവൻ്റെ കഥ കഴിഞ്ഞിരിക്കും. പിന്നെ അവന് ജീവിതത്തിൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അവൻ പിന്നെ മൂക്കിൽ പഞ്ഞി വെച്ച് കിടക്കുന്ന ഫോട്ടോ അവൻ എടുക്കാൻ പറ്റുള്ളൂ. അല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? അയാളുടെ അടുത്ത് ഒരു സെൽഫി എടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അയാളെ ഒന്ന് തൊട്ടു നോക്കാൻ പറ്റുമോ? അതുപോലെ വേറെ നേതാവാണ് സുരേഷ് ഗോപി. പുള്ളി ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത കൈ കഴുകും. നിങ്ങൾക്ക് എത്രയോ പേര് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു, ഫോട്ടോ എടുത്തിരിക്കുന്നു, കെട്ടിപ്പിടിച്ചിരിക്കുന്നു, തലോടിയിരിക്കുന്നു. നിങ്ങൾ കണ്ടില്ലേ ആ ഫോട്ടോയിൽ? എത്രയോ അമ്മമാർ, എത്രയോ പ്രായമായിട്ടുള്ള സ്ത്രീകൾ, എത്ര വാത്സല്യത്തോടെ സ്നേഹത്തോടെയാണ് എന്നെ അവർ കാണുന്നത്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഏത് സമയത്തും എൻ്റെ അടുത്ത് വരാം, എന്നെ കെട്ടിപ്പിടിക്കാം, കൈ കൊടുക്കാം, ഫോട്ടോ എടുക്കാം, സെൽഫി എടുക്കാം. ഒരിക്കലും എൻ്റെ മുഖം കറുത്തിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാം ഈ നാടിനെ നയിക്കുന്ന നേതാക്കന്മാരാണ്. ഇവിടെ ഇന്ന് കൂടിയിരിക്കുന്നതെല്ലാം 2020 പോരാളികളാണ്. ഈ നാടിനെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കേണ്ട ആളുകളാണ്. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന്, ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാരോട് അടക്കമാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പെർഫ്യൂമിന്റെ മണമല്ല വരേണ്ടത്.
ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള അധ്വാനിക്കുന്നവരുടെ വിയർപ്പിന്റെ മണമായിരിക്കണം നിങ്ങളുടെ ദേഹത്തു നിന്ന് വരേണ്ടത്. അതിനു വേണ്ടിയായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ആ ഉത്തരവാദിത്വത്തോടു കൂടി ആയിരിക്കണം നമ്മുടെ ഈ ഇലക്ഷനിൽ പ്രവർത്തിക്കേണ്ടത്. നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞു, ഇന്ത്യയുടെ ആത്മാവ് നിലകൊള്ളുന്നത് ഗ്രാമങ്ങളിലാണ് എന്ന്. നമ്മൾ 2020 പറയുന്നു, 2020യുടെ ആത്മാവ് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ കുടുംബങ്ങളിലാണ് എന്ന്. അതിനു വേണ്ടിയാണ് നമ്മൾ നിലകൊള്ളുന്നത്, അതിനു വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരു മനസ്സായിട്ട്, നിങ്ങൾ ഓർക്കണം, ഇതൊരു യുദ്ധമാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. മഹാഭാരത യുദ്ധത്തിൽ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, ഇത് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധമാണ്. ഇവിടെ ധർമ്മം ജയിച്ചേ പറ്റൂ. ആ ഒരു വാക്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഈ തെരഞ്ഞെടുപ്പ് ഒരു യുദ്ധമാണ്, ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധം. ആ യുദ്ധത്തിൽ നമ്മൾ വിജയിച്ചേ പറ്റൂ, ധർമ്മം ജയിച്ചേ പറ്റൂ. അതിനു വേണ്ടിയിട്ട് പരസ്പരം വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷങ്ങളോ വഴക്കുകളോ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരേ മനസ്സായിട്ട് ഒറ്റ ലക്ഷ്യത്തോടു കൂടി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട്, അപ്പോൾ ഇവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാൻ പാടില്ല, ഒറ്റക്കെട്ടായിട്ട് നമ്മൾ മത്സരിക്കുന്ന 1600 സീറ്റുകളും നമ്മൾ വിജയിക്കും. 2020യുടെ കൊടി അവിടെ പാറിയിരിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട്, നെഞ്ചത്ത് കൈ തൊട്ടുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഇവിടെ നിന്ന് നിങ്ങൾ പിരിയാൻ വേണ്ടിയിട്ട്. അപ്പോ ഇതിനെ എതിർക്കുന്ന LDF-കാരെ, UDF-കാരെ, നിങ്ങൾക്കിതിനെ തടയാൻ പറ്റില്ല. 2020 ഒരു തിരമാലയാണ്, ഇത് സുനാമിയാണ്. ഇത് ലക്ഷ്യം കണ്ടട്ടെ പുറകോട്ട് പോകൂ. എന്താ നമ്മുടെ പഴയ ആളുകളെല്ലാം കാണണമെങ്കിലും